ത്തില്ല. ശമൂൽ ഒരു കാര്യം ചോദിച്ചു. യിശായിയോട് ചോദിച്ചു, വേറെ വല്ല പിള്ളേരുണ്ടോ? യിശായി പറഞ്ഞ നമുക്ക് വേറൊരുവനുണ്ട്, അവന്റെ പേരെന്താ? ദാവീദ്. എവിടെ? വടശ്ശേരിക്കാരൻ നമുക്ക് ഇച്ചിരി ആട്ടുകൂട്ടം ഉണ്ടായിരുന്നു, ഓട്ടുപാ അവിടെ കിടപ്പുണ്ട്. ഉടനെ ചോദിച്ചു, നാൽക്കാലികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വല്ല +2 നേടിയിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വല്ലതും ഉണ്ടോ? ഒരു മണ്ണാങ്കട്ടയില്ല, വഴിയാധാരമായ ആധാരമില്ല. സ്വർഗ ശമൂലിനോട് പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. വചനം മനസ്സിലാക്കുന്നവർക്കാ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ ബൗണ്ടറിയിൽ നിന്ന് ഇന്ന് രാത്രി ഇറങ്ങാവും. 7 കഴിഞ്ഞിട്ട് 8ാമത് വരുന്നത് അൺവാണ്ടഡ് ചൈൽഡ് ഇസ്രായേൽ. 7ന്റെ നമ്പർ പുതിയ നിയമത്തിനകത്തെ വിശലേഖനം, വെളിപ്പാട് പുസ്തകം 7ന്റെ പുസ്തകങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ആരും പരിഗണിക്കുന്നില്ല. 8ാമത്തവൻ വലിയ വിദ്യാഭ്യാസമുള്ള. സ്വർഗം പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കാൻ പറ്റത്തില്ല. എന്താ ദാവീദിന്റെ പ്രത്യേകത? നമ്പർ 1, അവൻ നാൽക്കാലിക്കുന്ന ഹയർ സെക്കൻഡറി ബിരുദമില്ല. അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂർ PhD കൊമേഴ്സിനകത്ത് ഡോക്ടറേറ്റ് ഒന്നുമില്ല. നമ്പർ 1 അമ്മാമെ അവൻ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാരൻ തന്നെ തള്ളിക്കളെ. രാത്രിയുടെ യാമങ്ങളിലകത്ത് കരമടിച്ച് ആരാധിക്കുന്ന പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടത്. എല്ലാ ദിവസവും 6 മുളയിൽ കടങ്ങന്നൂർ അവൻ കടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. വചനം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും? 2ാമത്തെ കാര്യം, ദാവീദിന്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്. അഭിഷേകം. അപ്പന്റെ യാദികളെ പിടിക്കുവാൻ വന്ന വന്യമൃഗത്തെ തകർക്കുക, അവന്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവങ്ങൾ തലമുറകൾ പറഞ്ഞ അഭിഷേകമുള്ളവൻ അധിക ദിവസം ഉള്ളു കടക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ചലിക്കുന്നവൻ അധിക ദിവസം കിടങ്ങന്നു കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാം. ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗത്തിന്റെ പേര്, നിന്റെ തലമുറകളുടെ പേരുകളെ മാറ്റി ഇന്ന് രാത്രി ഹല്ലേലൂയ കൊട്ടാരങ്ങൾക്കകത്ത് കൊണ്ടിരുത്തുക. കരുത്തുറ്റ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നത്? ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് നാട്ടുകാർ തള്ളിക്കളഞ്ഞു. പാസ്പോർട്ടിനില്ല, ATM കാർഡിൽ ഒന്നുമില്ല. എന്നാൽ അഭിഷേകമുള്ളവനെതിരെ ആരൊക്കെ വേലി കെട്ടിയാൽ, ആരൊക്കെ മതിൽ കെട്ടിയാൽ ഇന്ന് രാത്രി നിന്റെ തലമുറ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാചി പദ്ധതി വെച്ചാൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വരത്തില്ലെന്ന് മന്ത്രവാദി പദ്ധതി വെച്ചാൽ, ആരാധിക്കുന്നവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന രാത്രിയാ. The special day, the anointing power, the power of the Holy Spirit. പട്ടണങ്ങളെ പിടിക്കുക, രാജ്യങ്ങളെ പിടിക്കുവാൻ ആയിരങ്ങളുടെ നടുവിൽ യേശുവിനെ ഉയർത്തുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ഒരു ജനറേഷനെ വാർത്തെടുക്കുന്ന രാത്രിയാ. കരം ഉയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി അതുകൊണ്ട് പറയണം, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും ഇന്ന് രാത്രി കരം ഉയർത്തി അമ്മാമെ പറഞ്ഞാട്ടെ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കണക്ക്. കരം ഉയർത്തുന്നവർക്ക് എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ഇന്ന് രാത്രി നിന്റെ തലമുറയെ പറ്റി പ്രാർത്ഥിക്കുന്നു. ശത്രു നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നാളെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. നാൽക്കാലിക്കൽ നിന്നെ വെട്ടിയാൽ, 6 മുള നിന്നെ താട്ടിയാൽ, നിന്റെ കുറ്റി നിലത്ത് കെട്ടി പോയാൽ, വേറെ നിലത്ത് പഴകിയാൽ, നിന്റെ കുടുംബം ഉയരത്തിലെന്ന മന്ത്രവാദി രേഖ എഴുതി വെച്ചാൽ, ഈ 4ാമത് രാത്രി കൺവെൻഷനകത്ത് പറയണം, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിനക്കെഴുതിയ പാരമ്പര്യ രേഖ ബന്ധനങ്ങൾ സ്വർഗം മാറ്റുന്ന രാത്രിയാ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമ്പോ, ഇന്ന് രാത്രി ചില മുളകൾ പൊട്ടുന്ന രാത്രിയാ. നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കരിയിലകൾ മൂടിയങ്ങ് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കരമടിച്ച് ആരാധിക്കുമ്പോ, ഇന്ന് രാത്രി ചെങ്കടൽ കൂടി പാത ഒരുക്കിയ ദൈവത്തിന്റെ കര, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ പിടിച്ചെടുത്ത ദൈവത്തിന്റെ കര, 1000 ആണ്ട് ശാപത്തിൽ കിടന്ന രൂത്തിനെ പൊക്കി ബേത്ലഹേമിൽ കൊണ്ടുവന്ന കര, ഇന്ന് രാത്രി പൊട്ടക്കണച്ച് കിടന്നവന് ഇസ്രായേലിന്റെ ഉപപ്രധാനമന്ത്രിയെ ചലിപ്പിക്കുക ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി പറഞ്ഞ കരം തളർന്ന കരമല്ല, വാഗ്ദത്തങ്ങളുടെ നിവർത്തി 2025 കൺവെൻഷൻ എന്റെ കുടുംബത്തിനകത്ത് ആരംഭിക്കുകയാണ്. ലോർഡ് ജീസസ്, ഇന്ന് രാത്രി ഓർക്കണ്ടവർ ഓർക്കത്തില്ല. നാട്ടുകാര് തള്ളികളെ, വീട്ടുകാരെ ലിസ്റ്റിൽ നിന്റെ പേര് കാണത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. അതിനെ മനസ്സിലാകുന്ന ദൈവമക്കൾക്കാണ് ഇന്ന് രാത്രി പറയണം, പൈതലിന് വേണ്ടി ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നാട്ടുകളെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എനിക്കൊരു വഴി തുറക്കുന്നുണ്ട് എന്ന്. വടശ്ശേരിക്കരെ ആട്ടുകൂട്ടത്തിൽ കടക്കാനല്ല, സ്വർഗം എനിക്കൊരു ചെയർ ഒരുക്കുന്നുണ്ട്. ദൂതേറ്റെടുക്കുന്നവർക്ക് സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി മൗനം പിടിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് പുതുവഴികൾക്ക് വേണ്ടി കാക്ഷിക്കുന്നുവെങ്കിൽ ഈ ദിനങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി പുതുവഴി ഒരുക്കുക. അതുകൊണ്ട് ദാവീദ് എന്താ പാടി? യഹോവ എന്റെ ഇടയനാകുന്നു, ഹല്ലേലൂയ. കടങ്ങന്നോ, എനിക്കൊരു ബുദ്ധിമുട്ടും
സന്തോഷവും ഉണ്ടാകത്തില്ല. സന്തോഷമില്ലല്ലോ എന്ന രാത്രി ഹല്ലേലൂയ. കോന്നിയിലെ സർവീസ് സഹകരണ ബാങ്ക് പോട്ടട്ട് കുഞ്ഞെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ ദൈവം നിന്നെ നടത്തും. മനസ്സിലാകുന്നവർക്കായി ഇവിടെ രക്തമഴ പെയ്ത് നദികളിൽ വെള്ളം കിട്ടാതിരിക്കട്ടെ. നിന്റെ വീട്ടിനകത്ത് ഒരു തുരുത്തി വെള്ളം തന്ന് സ്വസ്ഥതയുടെ വെള്ളം തരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എന്ന് രാത്രി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങാതിരിക്കട്ടെ. കൂടങ്കാലത്ത് പവർ ഷോട്ട് ആകാട്ടെ. എന്നാൽ ആ ഇരുളിന്റെ താഴ്വരെ നടന്നാലും അമ്മച്ചി കരം ഉയർത്തിയാട്ടെ. ആ കരം എന്നെ കരം പിടിച്ച് നടത്തും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ദൂട്ടം പിശാചി നടുങ്ങട്ടെ. നാളെ ഇവിടെ യോഗമില്ല. 2025 അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കരം ഉയർത്തുന്നവർക്കാൽ ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചങ്കനകത്തിന്റെ രാത്രി വചനം കയറി പ്രത്യാശയോടെ ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പോകാവൂ. വയോധികനായ യോഹന്നാനെ അവസാനമായി നാട് കടത്തുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗം തുറക്കുന്നു. 5 കാര്യങ്ങളാ പത്മോസ്. ആകാശമുട്ട കരിപ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുക, മനുഷ്യന്റെ അസ്ഥികശം ഭാരത തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം അവിടെ. വയോധികൻ മുട്ടുമടക്കുന്നു. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിയവർ നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി അമ്മയെ, അച്ചായ, മോനെ, മോളെ, നമ്മുടെ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരും. നാളെ യോഗമിൽ ഒരിക്കൽ കൂടെ കരമുയർത്താവങ്കിലേക്ക് നോക്കിയവർ ഇന്ന് രാത്രി പ്രകാശിതരായി നമ്മെ കരമുയർത്തിയാട്ട് എന്റെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അച്ചായ, സ്വർഗത്തിന്റെ ക്യാമറ വന്നിട്ടുണ്ട്. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ട് കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി യോഹന്നാനെ തൊട്ട കരം എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഉപദേശിയുടെ കരമല്ല. ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവന്റെ കരം ഇതിനകത്ത് ചലിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം തുറന്ന കാഴ്ച. 7 മുൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പങ്കച്ച കെട്ടിയ അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവർ കാടുകയും ചുട്ടുപിടിപ്പിച്ചതുപോലെ വെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാൾ 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ആദ്യൻ അന്ത്യൻ അൽഫാ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിന് എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നേക്ക് പുറത്ത് വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്യാലിപ്സ് രംഗപടത്തിന് പിന്നിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യം, 22 അധ്യായങ്ങൾ. വായിച്ചു വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു പോകുന്നത് അമേരിക്കയിൽ ട്രംപിലേക്കും അവസാനിപ്പിക്കുന്നത് എലോൺ മസ്കിലേക്കും. ഇന്നത്തെ ലോകവും വിശുദ്ധ വെളിപ്പാട്. ഇന്ന് രാത്രി അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2:3 ആസിയിലെ 7 സഭ, 4 സഭ ഇവിടിൽ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ യഹൂദന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 ഒരുവൻ ലോകഭരണത്തിലേക്ക്, ഏകലോക ഭരണ ന്യൂ വേൾഡ് ഓർഡർ. ശ്രദ്ധയോടെ ബൈബിളിലേക്ക്. ഇനി വളരെ സമാധാനത്തോടെ നിങ്ങൾ കുമ്പനാടുകമറുള്ളൂ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഇരിക്കുന്നത് പോലെ ബൈബിളും വചനങ്ങളും കണ്ണിങ് ആയി പോകും. നമ്മുടെ ബൈബിളിനകത്ത് 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കരമുയരുന്നില്ലല്ലോ, അതുകൊണ്ട് കൺവെൻഷൻ കുഞ്ഞുങ്ങൾ പാട്ട് കൃപായുഗം തീരാറായി. പ്രസാദ് മാഷുമാരെ രക്ഷയുടെ ടിക്കറ്റ് ഇവിടെ അവസാനിക്കാൻ പോകുന്നു. വോട്ടിനകത്ത് കയറാൻ. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുക. IPC, ചർച്ചക്കോട്, ഷാരൂർ, നോന്ത്യ, ദാറ്റ് ഈസ് എ ഡിനോമിനേഷൻ. എവരി വൺ ഡിനോമിനേഷൻ. അതെല്ലാം പ്രസ്ഥാനം വചനം പ്രകാരം, തെറ്റല്ല. അതിന്റെ എന്താ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ഏലിയാവ് രൂപാന്തരപ്പെട്ടതുപോലെ ഈ തലമുറയിൽ മരണം കാണാതെ ദൈവ കുഞ്ഞുങ്ങൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 2 അതിനുശേഷം ഒരു യുദ്ധം നടക്കും. അതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. ഒരുപക്ഷെ 4 രാത്രി ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും പ്രതിനും കൂടാണ് ആറയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ്. അല്ല, 4 രാത്രി കർത്താവിന്റെ വരവ് ഒരേ സ്റ്റേജിൽ നിന്ന് ഐസക് ആനന്ദോന്നും പാടി പ്രതിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 രാത്രി. കഴിഞ്ഞ ദിവസവും ഞാൻ ആറയൂർ പോയപ്പോൾ ഒരു ഭാഷ പ്രസംഗിച്ചിട്ട് പോയിട്ട് 2 കൊല്ലം ഇതുവരെ യുദ്ധം തീർന്നില്ലെന്ന് ഞാൻ പറയും. കർത്താവ് വരാറായെന്ന് മനസ്സിലാകുന്നവർക്ക് ഇസ്രയേലും അന്തിമ ദിനങ്ങൾ ഹമാസുമൊക്കെ പ്രസംഗിക്കണമെങ്കിൽ 4 ദിനം വേണം. അതിനാസ്പദമായി എല്ലാവരും ബൈബിൾ തുറക്കുമ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരാ കുഞ്ഞുങ്ങളെ ഗോഗ്? വചനം ക്ലിയർ ആകണം. ഞാൻ പോയിട്ട് അച്ചായനെ പിടിക്കരുത്. എന്താ വചനം? നോഹയുടെ കുഞ്ഞുങ്ങൾ ശേഖാം, യാഫീത്ത്. യാഫീത്തിന്റെ തലമുറകൾ മാഗോഗ്, താദായി, യൂബാൽ. മാഗോഗ് മംഗോളിയൻ സാമ്രാജ്യം. 5 സാമ്രാജ്യങ്ങൾ ബൈബിളും ചരിത്രവും. അതിലൊന്നാണ് മംഗോളിയൻ സാമ്രാജ്യം. 5 കൂട്ടങ്ങൾ ഇതിനകത്ത്. കൊറിയ, ചൈന, അതിനുശേഷം ജപ്പാൻ, അതിനുശേഷം
റഷ്യ, അതിനുശേഷം തൈവാൻ, 5 നമ്മുടെ കോട്ടയംകാരെ ഭാഷ പറഞ്ഞാൽ കറിയാച്ചാൻ, തോമാച്ചാൻ, കുഞ്ഞച്ചാൻ, പൊന്നച്ചാൻ എല്ലാം കുഞ്ഞന്മാര്. ടിങ്കു മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതിൽ നിന്ന് ഒരുത്തം ചാടിയവനായ ഇന്നത്തെ റഷ്യ. ഗോഗ്, മാഗോഗ്, ഇന്ന് മാ പോയി ഗോഗായി. മംഗോളിയെന്ന് പോയ ഗോഗ്. ഗോഗ് നിന്നെ കുറിച്ച് രോസ്, മേസക്, റൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ തലവനായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കണ്ടില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പേപ്പർ വായിച്ചില്ലേ, എലോൺ മസ്ക് മൊസാദോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാറിന് അള്ളു വെച്ചെന്ന്. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. സന്തോഷമില്ലല്ലോ. നമ്മൾ കുഞ്ഞമാമേത് വായിക്കണം, സ്വപ്നയുടെ സ്വർണ്ണം വായിക്കോ സ്വോത്രം. മനോരമയെ കണ്ടതാ, ബാക്കി കേട്ടോ സ്വോത്രം. അവനത് വീടിന് പുറത്തിറങ്ങത്തില്ല. അതിന്റെ ഇടയ്ക്ക് ട്രംപ് കൂടെ പറയുന്നത് തീർത്തേക്കണോ, ഞാൻ നിനക്ക് വിരോധമായി, ഞാൻ നിന്നെ താടിയിൽ ചൂണ്ടൽ കൊടുത്തി 6 രാജ്യങ്ങളെ കൂടി കൊണ്ടുവരും. അതാ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നു. 3 വർഷവും 3-ാമത്തെ മാസവും താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ദെൻ ഉക്രൈൻ. 6-ാമത്തെ രാജ്യത്തെ കൂടെ ഞാൻ എവിടെ കൊണ്ടുവരും? ഇന്നത്തെ സീനായി വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ കൊണ്ടുവരും. അതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അതൊരു സൈഡിൽ നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ 2-ാം ഭാഗം, ട്രംപ് 2025 അധികാരത്തിൽ വരുമ്പോൾ ജനുവരി മാസത്തിൽ എല്ലാവരും കേൾക്കണം, പലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം റഷ്യയിൽ ചെന്നിട്ട് ഒരു കാര്യം പറയും, സാറ് ഞങ്ങൾക്ക് നേതാവാകണമെന്ന്. പ്രവചനം നിവൃത്തിയാകുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഹമാസുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞപ്പോൾ ഹമാസിന്റെ പോരാളികൾ റഷ്യയിൽ ചെന്ന് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് ഞങ്ങൾക്ക് നേതാവായിരിക്കണം. ബൈബിൾ കൂടെ വായിക്കാൻ സമയമില്ല. എഹെസ്കേൽ 38:8 ഏതാ, നീ അവർക്ക് മേധാവിയായി തീരും. റഷ്യ ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ചാ നീ സന്ദർശിക്കുന്നത്? വാളിനൊഴിഞ്ഞു പോയത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തെ കൊടുക്ക നീ വന്നു ചേരും. എവിടാ ദേശം? അമ്മേ, നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിര. 1948 മെയ് 14 വരെ അറബി ഒട്ടക മൂടിയതും മൂങ്ങ മൂടിയമായ ഒരു സ്ഥലത്ത് കൊടുക്ക നീ വന്നു ചേരും. കോട്ടയം കുമളി വണ്ടി വിട്ടിട്ടേ ഉള്ളൂ, പൊൻകുന്നമേ ആയിട്ടുള്ളൂ. മനസ്സിലാക്കുന്നവർക്ക് അതാ ഞങ്ങളുടെ ബൈബിൾ പറഞ്ഞത്. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. കരം ഉയർത്തുന്നവർക്ക് അത് സംഭവിക്കാനുള്ളത് തന്നെ. മണിപ്പൂർ നിങ്ങളുടെ കണ്ണിന് മുമ്പ് ജാതി ജാതിയോട് എതിർക്കുക, രാജ്യം രാജ്യത്തോട് എതിർക്കുക. ക്ഷാമവും ഭൂകമ്പവും. മ്യാൻമാറിൽ മിണ്ടുന്നില്ല, 30 നില കെട്ടിടത്തിന്റെ താഴെ വീണ് ചൂള പോലെ കത്തുന്ന നാൾ വരുന്നില്ല. പ്രസാദാസ് മിണ്ടുന്നില്ല. അമ്പര ചുംബികൾ മറിയോന്ന് പാട്ട് കേട്ട് മറിഞ്ഞത് കണ്ടില്ല, മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥിച്ചോണ്ടാ മതി. ആറന്മുള ഏതൊക്കെ വീഴാൻ പോകുന്നു. സ്തോത്രം. അതിനെപ്പെട്ട് കയറിക്കോണം. സ്തോത്രം. അമ്പര ചുംബികളെല്ലാം വീഴും അന്ത്യകാലം. അത് യുദ്ധക്ഷാമവും ഭൂകമ്പം അവിടെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ എന്തുകൊണ്ടാണ് ലോകമഹായുദ്ധം സംഭവിക്കത്തില്ല? അത് സംഭവിക്കുന്നതിനും ഒരു കൂട്ടം ഇവിടെ എടുക്കപ്പെടാനുണ്ട്. ആരാ? യേശുവിന്റെ രക്തത്താൽ കടികൾ പ്രാപിച്ച ദൈവമക്കൾ നിത്യവീട്ടിൽ ചേർക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ. അത് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ എല്ലാവരും ഇന്ന് മൊബൈലും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തയുടെയും മനസ്സിന്റെയും കരങ്ങൾ വ്യാപ്തി വലുതായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരുവൻ ലോകഭരണത്തിലേക്ക് ശ്രദ്ധയോടെ 1914-19 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSC അന്ന് 5 ലക്ഷം പേർ മരിക്കുന്നു. അത് 1-ാം ലോകമഹായുദ്ധം. ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന പോയി. നമ്പർ 2 1939 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് അതിന്റെ പ്രസിഡന്റ് അന്തോണിസ് ഗുട്ടറസ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട ലോകമഹായുദ്ധം വന്നാൽ ഇവിടെ ഒരുവൻ ഭരണത്തിൽ വരും. 5 തലങ്ങൾ. 2024 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി പാർലമെന്റിൽ നടക്കുമ്പോൾ പറഞ്ഞു, ഒരുവൻ ലോകം ഭരിച്ചാൽ നന്നായിരുന്നു. ആന്റി ക്രൈസ്റ്റ് വഴിയൊരുക്കുന്നു. 2-ാമത്തെ സംഭവം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അബുദാബിയിൽ പോയി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്ത് 7000 കോടി. ചാനലുകാരെല്ലാം വന്ന്, മോഡിജി ഏക് നയാ ബാത്ത് ബതാനാ ചാഹിയേ, ഇതർ മന്ദിർ കോൾനെ കട്ടായി. മോഡി പറഞ്ഞത് ഇന്ത്യയിലെ ഭരണമല്ല, ഭായിയോ ബഹനോ യേ സുന്ന മന്ദ അപ്നാ ദുനിയാ ശാന്തി സമാധാൻ മിൽനെ കെ ലിയേ ഏക് ആദ്മി കുർസി മേ ബൈഠേഗാ തോ ബർക്കത്ത് ഹോ ജായേഗാ. ഒരുവൻ കസേരയിരുന്ന നന്നാവുന്നു. സ്വോത്രം. ഞാനല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. 2024 കൺവെൻഷൻ വേണ്ടി ജിയോമൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ നവംബറിൽ ഒരു സംഭവം നടന്നു. എന്താ നവംബറിലെ സംഭവം കേട്ടോ? എന്താ നവംബറിലെ സംഭവം എന്ന് പറഞ്ഞു തരാം. നവംബറിൽ ബ്രിക്സ് ഉച്ചകോടി 37 രാജ്യങ്ങളിൽ. എവിടെ? റഷ്യയിൽ കൂടി. 3 നേതാക്കൾ കരമുയർത്തി. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്,
ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ മോഡി സാറിന്റെ കൈ കൺവെൻഷന്റെ പകുതി പോലും ഉയരുന്നത് കണ്ട് സ്വോത്രം. എന്നിട്ട് ഇവരൊരു കാര്യം കൂടെ ചെയ്തു, ഒരു ആപ്പ് കൂടെ വെച്ചു. സ്വോത്രം. ആപ്പിത എണ്ണ വിലയുടെ പ്രൈസ് ഡോളറിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ വില ഇത്രയും കയറുന്നത് മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം അന്ന് വെച്ചതാ. ഇത് ട്രംപ് എങ്ങനെയോ വാട്സപ്പ് വഴി കണ്ട്, അതുകൊണ്ടാണ് ട്രംപ് മോഡി സാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാഞ്ഞ്. ഫെബ്രുവരി മാസത്തിൽ ജയശങ്കർ പോയി ചായയൊക്കെ കൊടുത്തപ്പോ പിന്നെ മോഡി സാറിനെ വിളിച്ച് മനസ്സിലാക്കുന്നവർക്ക് ആവശ്യമില്ലാത്തവർക്ക് കൈ ഉയർത്തിയ പല കുഴപ്പങ്ങളും ഉണ്ടാവും. ഇന്ന് രാത്രി സ്വോത്രം. അത് കഴിഞ്ഞ് 2024 കെട്ടോണം. എന്റെ സ്നേഹിതൻ ചാണ്ടി ഉമ്മൻ പാണക്കാട് കൈതരളി സിഗാന്തങ്ങൾ മർത്തോമാ സഭയിൽ, അപ്പം അത് കഴിഞ്ഞിട്ട് ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞ് കർണാടകയിലെ ടി യു ഖാദർ, ഇവരെല്ലാം ഇവിടെ പോയെന്നറിയാമോ? സ്വോത്രം. പോയി വത്തിക്കാനി. എന്നിട്ട് ചന്ദ്രൻ എന്താ പറഞ്ഞെന്നറിയാം? ഏകലോക മതം വേണം. ഞാൻ ഇനി ഈ ഭവനാങ്കണത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പത്രത്തിൽ കാണാൻ പോകുന്ന വാർത്ത, എല്ലാവരും കേട്ടാട്ട് സ്വോത്രം, പത്രത്തിൽ കാണാൻ പോകുന്ന വാർത്ത, ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. കേട്ടോണം, ഇതെല്ലാം അന്ത്യകാലമാണ്. അത് കഴിഞ്ഞ് മർത്തോമാ സഭ, വളരെ പട്ടത്ത സഭ, ഞങ്ങൾ അധികം സ്നേഹിക്കുന്ന സഭ, അവിടുന്ന് 6 മെത്രാപ്പോലീത്തമാർ എവിടെ പോയെന്നറിയാമോ? ഒരു സഭയും ഞാൻ വിമർശിക്കത്തില്ല. അവരും വത്തിക്കാനിൽ പോയിട്ട് വന്നൊരു മെത്രാച്ചാൻ തിരുവല്ലായി വന്നിട്ട് പറഞ്ഞു, വേണേ മാതാവിന്റെ ഫോട്ടോ പള്ളി വെക്കാന്ന്. എവിടം വരെ എത്തിയെന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്വോത്രം. മർത്തോമ വെച്ച് കഴിഞ്ഞാൽ അവൻ അനിയന CSI വാഞ്ചിക്കല് കുഞ്ഞച്ചന് തോമാച്ചാന് അവനും വെക്കും മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പണ്ട് പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉള്ളായിരുന്നു, ഇപ്പൊ മർത്തോമ സഭയിലെ ഗ്രൂപ്പ് കിടങ്ങന്നുകാരോട് ഞാൻ പറയാം. അതാ ഇവിടെ ഇപ്പൊ മാരാമൺ കൺവെൻഷൻ വന്നപ്പോൾ VD സതീശന് പകുതി മെത്രാൻ അനുകൂലം, പകുതി വെട്ടി. സതീശൻ പറഞ്ഞ് ഞാൻ വരുന്നില്ലെന്ന് മനസ്സിലാകുന്നവർക്ക് ഈ പണ്ടിക്ക് ഈ മണി മതി. സ്വോത്രം. ഇത്രയൊക്കെ കേട്ടാൽ മതി, ബാക്കി കേൾക്കാം. അവരെല്ലാം എന്റെ സഹോദരങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇന്ന് രാത്രി 2024 ഇന്ന് രാത്രി പേപ്പർ വിൽക്കാത്ത വീടുണ്ടെങ്കിൽ 2024 ജനുവരി 25 മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു, അതിരുകളില്ലാത്ത ലോകം ഒരു വണ്ടിയിൽ കൊടുക്കാം. ഒരു ഗവൺമെന്റ്, ഒരു കറൻസി, ഒരു ലോകം. വി ആർ ഗിവിംഗ് എ ഗിഫ്റ്റ് ഫോർ ന്യൂ ജനറേഷൻ, ദാറ്റ് മീൻസ് എ ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിലേക്ക് ഇന്ന് രാത്രി, ഇത് ലൈവ്, ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പടമെടുക്കാം. ഒരിടത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യയിൽ, ഒരിടത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം, മറ്റേടത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഒരുവൻ ഭരണത്തിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ന്യൂ വേൾഡ് ഓർഡർ. ഏക ലോക ഭരണ വാതിൽക്കലെത്തി. ഈ കോവിഡിന്റെ മറവിൽ, റഷ്യ ഉക്രൈന്റെ മറവിൽ, ഇസ്രായേൽ ഹമാസിന്റെ മറവിൽ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ഉലകം ഒരുവൻ ഭരിക്കും. പോകാൻ പോകുന്ന അമേരിക്കയിലേക്ക്. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അച്ഛൻ വായിച്ച സഹായിച്ചന്റെ വെളിപ്പാട് 13-1-2 വായിക്കാം. അപ്പോൾ 10 കൊമ്പും ദൈവസഭ എടുക്കപ്പെട്ടാൽ ആഫ്റ്റർ ദ വേൾഡ് വാർ ആരാ 10 കൊമ്പ്? എല്ലാവരും സമാധാനത്തോടെ ശ്രദ്ധിക്കണം. അതാ യൂറോപ്യൻ യൂണിയൻ. ചെറുപ്പക്കാരിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്താട്ട് 2009 യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായി. ഇന്ന് നിങ്ങൾ മൊബൈൽ അടിച്ച 29 രാജ്യം കിട്ടും. 29 രാജ്യം യൂറോപ്യൻ യൂണിയനിലുണ്ട്. പക്ഷേ വോട്ടവകാശമുള്ളത് 12 രാജ്യങ്ങളാണ്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. അതിന്റെ പേരാ ബ്രെക്സിറ്റ്. ഞാൻ പോയാൽ ടിജോപാസ പിടിക്കുന്നത്. അതുകൊണ്ടാണ് തെളിവ് സഹിതം. അല്ലേ തന്നെ എല്ലാവരും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. സ്വന്തം പടി അടച്ച് ബ്രിട്ടൻ മനസ്സിലാകുന്നവർക്കായി. 12-ൽ 1 പോയി. അതുകൊണ്ടില്ല 6 മുളയിലെ കുഞ്ഞമാമയോട് ഭാഷ ചോദിക്കുക, മക്കളെവിടെ? കുഞ്ഞമാമ മോൻ UK, കൊച്ചവൻ അയർലൻഡ്, മരുമോൾ മാൾട്ടാദേവി. ഇപ്പൊ കുഞ്ഞമാമ ഒരു പട്ടി, ഒരു വേലക്കാരി. വേലക്കാരി ചാടിയ കുഞ്ഞമാമയുടെ കാര്യം കഷ്ടം. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. കിടക്കുന്നു പടിയടച്ച് ബ്രിട്ടൻ. കിടക്കുന്നു 11-ൽ 1 പോയി. നാടൻ ഭാഷ കിണങ്ങനൂര് സിസിലി ചേച്ചി ചുരിദാറിന്റെ കൈവെട്ടിയോളൂ. 1 കൈവെട്ടി. ഇനി ഒരെണ്ണം കൂടെ പോയാൽ അന്ന് രാത്രി എന്റെ പ്രിയൻ വാനവേഗത്തിൽ വരെ യൂറോപ്പുമായി ബന്ധപ്പെട്ട് സ്വോത്രം. അവിടംവരായ കാര്യങ്ങൾ ഇന്ന് രാത്രി 10 കൊമ്പ്. അടുത്ത വായിച്ചായ 7 തലയും 7 തല. ഇറ്റലിയിലെ ടൈബർ നദീതീരം 7 മലകളുണ്ട്. അത് കത്തോലിക്ക സഭ അതിന് നേരത്തെ കൊടുക്കുന്നത് പോപ്പൊന്നുമല്ല, ആന്റി ക്രൈസ്റ്റ്. ഇന്ന് രാത്രി പാലിറ്റേലിയൻ, ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമനൽ, എസ്കലൻ, ജാനിക്കുലൻ. ടൈബറിന്റെ മേലെ 7 നദികൾ, 7 മലകൾ. അടുത്ത വായിച്ച് കൊമ്പുകളിൽ 10 രാജമുടിയും. സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല കേരളം ഭരിക്കുന്ന. നിങ്ങളുടെ MLA വീണ ജോർജ്. അത് കഴിഞ്ഞ് വാസവഞ്ചേട്ടനുണ്ട്, സജി ചെറിയാനുണ്ട്, എന്റെ സ്നേഹിതൻ KN ബാലഗോപാലുണ്ട്. അമേരിക്ക വലിയ തകരുന്നു. യൂറോപ്പിനോട് 10 രാജ്യങ്ങൾ ചേരും. 10 രാജമുടി. അടുത്തത് തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളവരും. ബൈബിൾ കോളേജിൽ ഇരിക്കുന്നത് പോലെ എതിർക്കസു, തുമ്പുകെട്ടയുടെയും നാശയോഗ്യം വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം എന്റെ പേര്. അടുത്തത് സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജലത്തിന്റെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി ഉലകത്തെ പിടിക്കാൻ പോകുന്നു. ആസ്പദമായി യേശു ക്രിസ്തുവിന്റെ ഉലമല പ്രഭാഷണം മാറ്റരുത് ഗുരു. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനം
അവസാനത്തിന് മടയാൾ. മത്തായി 24:3-4 ഇന്ന് ക്രൈസ്തവ ലോക ഓശാനയുടെ സായം സന്ധ്യ യേശുവിന്റെ അടുത്ത് ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ we are giving the reference in this evening Matthew chapter 24:3-4-5. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനത്തിന് മടയാൾ. വീട് വരും, കാർ വരും, ആറന്മുള എയർപോർട്ട് വരുമെന്നല്ല യേശു പറഞ്ഞത്. മത്തായി 26:32-33-34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. ഇന്ന് രാത്രി നമ്മുടെ ഭവനാങ്കണത്തിൽ കൺവെൻഷൻ നടക്കുമ്പോൾ 7 രാജ്യങ്ങളുമായിട്ട് യഹൂദൻ അഴിയ. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ടർക്കി, 6 ഇറാൻ. ഇനി അഫ്ഗാനെ കൂടെ അടിച്ചിട്ടാവും കട്ടൻ ചായ കുടിക്കും. സ്വത്രം ഇതെല്ലാം ഇവിടെ നടക്കാൻ പോവാ. കേട്ടോ, പിള്ളേരെല്ലാം പഠിച്ചു. ഇതെല്ലാം നടക്കുമ്പോൾ ഒരച്ഛൻ അവൻ അടുക്ക വാതിൽക്കൽ. ഒരച്ഛന് ലോകം എതിരേൽക്കാൻ പോകുന്നു. എന്തിനു വേണ്ടി എതിരേൽക്ക്? ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ, മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നു. സാമ്പത്തിക മണ്ഡലം തകരുന്നു. അങ്ങനെയെങ്കിൽ ലോക ആൾക്കാരെല്ലാം പറയും ഒരുവന്റെ കയ്യിൽ ഭരണം. അങ്ങനെ ഒരു മൃഗം എവിടുന്ന് കയറി വരും? അടുത്ത വാക്ക് അച്ഛൻ ബൈബിൾ ക്ലിയർ ആയിരിക്കണം. അടുത്ത വാക്ക് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. പുള്ളിപ്പുലി ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ തകർന്നു പോയി. ഗ്രീസ് എഴുന്നേറ്റ് വരും. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. ഇന്നത്തെ ദാര്യാവേശ്, കോരശ്, ഇറാന, ലിബിയായും ഈജിപ്റ്റും ജോർദാനോ വാരിയല് 3 അടുത്തത് വായിക്കാം. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. നിമ്രോദിന്റെ തലമുറ തലയിറക്കുന്ന നായാട്ടു വീരന്മാർ IS ഇതിന് പിന്തുണ. അതാ നിമ്രോദിന്റെ തലമുറ, സിംഹത്തിന്റെ മുഖം. അടുത്തത് അതിന് മഹാസർപ്പ. വായിക്കാം. മഹാസർപ്പവും വലിയ ശക്തി, തന്റെ ശക്തിയും അധികാരവും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. റിലയൻസ് ജിയോയും പറയുമ്പോൾ ഇന്ന് രാത്രി എത്ര രാത്രി പ്രസംഗിച്ചാലും തീരത്തില്ല. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? ഈ വാക്യങ്ങൾ, ഈ കൺവെൻഷൻ നിങ്ങൾ നോട്ട് ചെയ്യണോ? വെളിപ്പാട് പുസ്തകം 17:8-9 ബൈബിൾ എടുത്താന്റെ കൂടെ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17:8-9 അച്ഛൻ വായിച്ചിട്ട് വെളിപ്പാട് 17:8-9 നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം ഇപ്പോഴില്ല. നമ്മൾ ജനാധിപത്യ ഭരണം വായിക്കാം. ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉലകത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുവന്ന ഭരണാധികാരി വരുമ്പോൾ അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും. ഇവിടെ മർത്തോമായ CSIO പെന്തിക്കോസോ നോ മോർ ഡൊനേഷൻസ്. ഇന്ന് രാത്രി കൈൻഡ്ലി റീഡ് യുവർ ബൈബിൾ ഇൻ ദിസ് പോർഷൻ. അതിനുവേണ്ടി കൺവെൻഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. വായിക്കാം. അടുത്ത വാക്ക് വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കരമുയർത്തുന്നവർക്കായി ജീവപുസ്തകത്തിൽ പേരെഴുതിയവരോടൊപ്പം കാന്തന്റെ വരവിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി അതിനുവേണ്ടിയായി കൺവെൻഷൻ. ഇന്ന് രാത്രി ചില ടിക്കറ്റ് കൂടെ ഉണ്ട്. എമ്പുരാന്റെ ടിക്കറ്റ് അല്ല, രക്ഷയുടെ ടിക്കറ്റ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാർത്തുന്നു. ഇന്ന് രാത്രി ചില ടിക്കറ്റ് കൂടെ ബാക്കിയുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. അടുത്തത് ഇവിടെ ജ്ഞാനം കൊണ്ട്. അടുത്തോട് വായിച്ചിട്ട് ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് തലയേഴും സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അതാ ഇന്നത്തെ ഇറ്റലിയിലെ ക്യാപിറ്റോളിൽ പാലിറ്റേലിയൻ അവന്റൻ കൊറിയൻ വിമനൽ എസ്കലൻ ജാനിക്കുലൻ. അടുത്ത വാക്കിലേക്ക് പോയി നേരെ ലോസ് ആഞ്ചലസ്. ആറന്മുളക്കാർക്ക് 4 കാലുകൾ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങൾ. എസ്കറ്റോളജി മെയിൻറ്റൈൻഡ് ബൈ 2 മേജർ പോർഷൻസ്. ദാറ്റ് മീൻസ് ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട്. അതർവൈസ് അതാ ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമത്തിൽ വരുമ്പോൾ 27-ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവചനം. ഓപ്പൺ ദിസ് വേർഡ്സ്. ദാനിയേൽ പ്രൊഫസി ഓഫ് ദാനിയേൽ ചാപ്റ്റർ 8, 23, 24, 25, 23, 24, 25. ദാനിയേൽ 8. ദാ വരുന്നു ആന്റി ക്രൈസ്റ്റ്. വായിച്ചേ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ ദാനിയേൽ 8, 23, 24, 25 അച്ഛൻ ക്ലിയർ ആയിട്ട് വായിച്ചോ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ക്ലിയർ വചനം പഠിക്കണം. ഇന്നത്തെ രാജാക്കന്മാരുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അവരുടെ ഭരണാധികാരികൾ ആരാന്നറിയാം, ജനത്തെ കൊള്ളയടിക്കുന്നവരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. അവന് വേണ്ടി ആ ട്രംപിന്റെ കൂടെ എലോൺ മസ്ക് വന്നിരിക്കുന്ന ഇന്ന് രാത്രി അത്രയും ഞാൻ പറയും. അവസാനം 2 നെറ്റ്വർക്കും കൊണ്ടുപോയി, റിലയൻസും കൊണ്ടുപോയി, എയർടെല്ലും കൊണ്ടുപോയി. സ്വതന്ത്രം അത് കേട്ടിട്ട് എന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഇറങ്ങാവും. RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് ഫ്രം ബൈബിൾ. അടുത്തത് വായിച്ചാട്ട് അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയല്ല താനും. കമ്മിങ് 90 ഇന്റർനെറ്റ് സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ ഉലകത്തെ പിടിക്കാൻ പോകുന്നു. അടുത്തത് അവൻ അതിശയമാമണ്ണ് നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി ന്യൂ വേ വേൾഡ് ഓർഡർ യേശു പറഞ്ഞ അവനെടുക്ക വാതിൽക്കൽ. ഇന്ന് രാത്രി എല്ലാവരും കേട്ടാട്ട് ഒരുവൻ ഭരണത്തിലേക്ക് വന്നാൽ ഇനി ഒരു 15-20 മിനിറ്റ് ലോസ് ആഞ്ചലസിലേക്ക് 3 വാക്യം കൂടെ കഴിയുമ്പോൾ ഇടവേള. ഇന്ന് രാത്രി എന്താ ഒരുവൻ ഭരണത്തിൽ വന്നാൽ
നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറിയപ്പോഴാ സഖാവ് പിണറായി വന്നത്. പോലീസ് മേധാവിയെ മാറ്റി, ലീഡർമാരെ മാറ്റി, സകലരെയും മാറ്റി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കരങ്ങളിൽ നിന്ന് മോഡിജി വന്നത്. വായുസേന, വ്യോമസേന ഗവർണർമാരെ മുഴുവൻ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ നിയമത്തെ കയ്യിലെടുക്കും. In this evening the convention annual day, you are thinking that words he will take it the law and order. അവൻ നിയമത്തെ കയ്യിലെടുക്കും. എന്താ നിയമം? ബൈബിളിലേക്ക്. നമ്പർ 1 കാർമിക നിയമം. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിന് സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സ്. ബൈബിളിലെ പ്രവചന ഭാഷ കാസ്മോസ്. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ? ഇന്ന് സുന്ദരമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഇറാഖിന്റെ വടക്കേറ്റ്. നദിയുടെ പേര് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അക്കരെ ഒരു മണ്ണുണ്ട്, ആ മണ്ണിന്റെ പേര് എത്യോപ്യ. അവിടുന്ന് 6 ഘടകം സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. ബാക്കി മണ്ണി നല്ല മനുഷ്യനെ മനഞ്ഞത്. ബാക്കിയൂടെ കേട്ടോ. മണ്ണിന്റെ പ്രത്യേകത ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് വാളക്കുഴി വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പലർക്കും അറിയത്തില്ല അങ്ങനെ ഒരു സ്ഥലം. അവിടെ പാറയുണ്ട്. അവിടുന്ന് പാറയിൽ ആദമിനെ ഒന്നും പടയാൻ പറ്റത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ പാറക്കകത്ത് കട്ടിമണ്ണിനകത്ത് 100 മൂലകമുണ്ട്. അതിന്റെ പേര് കട്ടിമൂലകം. പൊറോസോ 97 to 100 elements situated your soil, otherwise rock. പാറയിലുണ്ട്. പാറ പൊടിക്കുന്ന പാറപ്പൊടി കൊണ്ട് ബാക്കി കാര്യം നടക്കുന്നെങ്കിൽ മണ്ണ് ഫിൽട്രേറ്റ് ചെയ്താൽ ഒരു പൊടി കിട്ടും. അതിനകത്ത് 17 മൂലകം. അപ്പൊ മനുഷ്യനെ മനഞ്ഞത് മണ്ണിൽ നിന്നല്ല, പൊടിയിൽ നിന്ന്. വാക്യം ഉൽപ്പത്തി 2:17. പിന്നെ നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മനഞ്ഞു. സെക്കൻഡ് റെഫറൻസ് ഇയ്യോബ് 19:25. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2. നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യ ലജ്ജയ്ക്കായും ചിലർ നിത്യ ജീവനായി എഴുന്നേൽക്കും. അഗരോ ചേട്ടന്റെ മരണം കണ്ട് മോശ സങ്കീർത്തനം പാടി. ഒരു വീട്ടിലും വായിക്കത്തില്ല. സങ്കീർത്തനം 93. അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. മർത്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അതിന്റെ താഴെ കുടം പിടിക്കാത്തൊരു വാക്യമുണ്ട്. അച്ഛന്മാരും പാസ്റ്റർമാരും ആരും വായിക്കത്തില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70, ബാക്കി മണ്ഡലത്തിൽ ഏറെ ആയാൽ 80. ആ സമയം ഭാര്യമാരെ കൊടുക്കാൻ നാടൻ മലയാളം ലൈവ് പോയെ അവള് പോട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒറ്റ അച്ഛന്മാരും പാസ്റ്റർമാരും വായിക്കാത്ത സങ്കീർത്തനം മരണവീട്ട് സഹോദരിമാർ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നിലത്തെ പൊടിയിൽ നിന്ന് ശിക്ഷാവായ ദൈവം ആദമനെ മനഞ്ഞു. ആദമന്റെ മൂക്കിലേക്ക് ശ്വാസമോതി. അപ്പൊ കോഴഞ്ചേരിയുടെ മുത്തൂറ്റല്ല വെന്റിലേറ്റർ കൊടുത്തത്, KM ചെറിയാനല്ല വെന്റിലേറ്റർ കൊടുത്തത്. ആദമന്റെ മൂക്കിലേക്ക് ശ്വാസമോതിയപ്പോൾ അവന്റെ കാല് ചലിക്കാൻ തുടങ്ങി. ഹൃദയത്തിന്റെ ആർട്ടിക്കിളും വെന്റിക്കിളും ക്ലിയർ, കിഡ്നിയുടെ ഫംഗ്ഷൻ ക്ലിയർ, മുടി അനങ്ങാൻ തുടങ്ങി, കണ്ണിമ വെട്ടാൻ തുടങ്ങി, കാലുകൾ ചലിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം, കത്തി തൊടാതെ സർജറിയ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. കരം ഉയർത്തുന്നവർക്കായി നാളെ ഇവിടെ യോഗമില്ല. ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ എത്യോപ്യയുടെ മണ്ണിനകത്ത് വെന്റിലേറ്ററിന് പകരമായി ജീവശ്വാസം ഇറങ്ങിയപ്പോൾ ആദമന്റെ ശരീരാത്മദേഹികൾ ചലിച്ചങ്ങ് ഇന്ന് രാത്രി കരം ഉയർത്തി ഗ്രൗണ്ടിൽ പറയണം, നാളെ ഇവിടെ യോഗമല്ല. നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ലെവല് മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ ശരീരത്തിന്റെ അകത്തെ ട്യൂമറുകളെ മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ഫൈബ്രോയിഡിനെ കരിച്ചു കളയുക. ഒരു റേഡിയേഷന് വേണ്ട തീരുമാനിക്കുന്ന കണ്ണുള്ളവന്റെ കര ഈ രാത്രി ഇതിനകത്ത് ചലിക്കൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരം ഉയർത്തി പരാജയമാമേ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുക, ശൂന്യതയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തുവാൻ കരുത്തുറ്റവന ഞാൻ ആരാധിക്കുന്ന ദൈവ. സ്വോത്രം. ആദമിന് തക്ക ഇണയല്ല കൊടുത്തത് കേട്ടോ, അവന് തുണയെ കൊടുത്തു. അതിനൊരു വാരിയല്ലൂരി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ വാരിയല്ലൂടിയതിനെ അനസ്തേഷ്യായിട്ട് പിന്നെ കണ്ടുപിടിച്ചത്. നിങ്ങൾ കേട്ടിട്ട് ടീറ്റിട്ട് അടുത്ത പാലാ ബ്രില്യൻസ് സവയറെ ദർശനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നോട്ട് ചെയ്യാം. ഈ പിന്നെ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസിൻസ് ആണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് യഹൂദനാണ്. അവസാനം അദ്ദേഹം നോബൽ സമ്മാനം കിട്ടിയ ഒരു ചെയറിലിരിക്കുമ്പോൾ പത്രക്കാർ ചെന്നു, കാലുമില്ലാതെ തളർന്നു പോയി. അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ അനസ്തേഷ്യ കണ്ടുപിടിച്ച് താങ്കൾക്ക് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നു, സന്തോഷമില്ലേ? അദ്ദേഹം പറഞ്ഞു, നോബൽ സമ്മാനം കിട്ടിയതല്ല, എന്റെ യേശുവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചത്. ഇന്ന് രാത്രി സന്തോഷം. അവരെവിടെ കൊണ്ടുവന്നു? ആദം ഹവ്വ കുടുംബത്തെ ഏദനിൽ കൊണ്ടുവന്നു. ആദ്യത്തെ കല്യാണം അവിടെ നടത്തി. മാർത്തോമാ CSI ഇവാഞ്ചലിക്കൽ ഒരു സഭയെയും ഞങ്ങൾ വിമർശിക്കത്തില്ല. RCM മലങ്കരയും മദ്വക്കകത്ത് പുരോഹിതൻ വിവാഹം നടത്തുമ്പോൾ ചെറുപ്പക്കാരെ അവിടെ നിർത്തി ഓടി വന്ന് മാലയും മോതിരവും വളയൊന്നും എടുത്തു കൊടുക്കത്തില്ല. മന്ത്രകൂടിയും മിന്നുമൊക്കെ വാഴ്ത്തുന്നതിന് മുമ്പിൽ
നല്ലൊരു പാട്ട് ആദ്യം തന്നെ പാടും. എന്താ പാട്? വാലിൽ നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു. അന്നേരം ഞങ്ങളുടെ പ്രസാദ് ഭാഷ പറയുന്ന പാട്ട്, വേദന്തോട്ടം നട്ടോന് നീയാ ഞങ്ങളുടെ മണവാള. എവിടെ കേൾക്കാന്? നമ്മൾ ചവക്കല്ലറയെന്ന് ഫേസ്ബുക്ക് അടിച്ചോണ്ടിരിക്കുക. മനസ്സിലാക്കുന്നവർക്ക് അച്ഛൻ പറയുന്നത് സ്വർഗത്തിലെ കരത്താൽ കല്യാണം. പ്രസാദ് ഭാഷ പറഞ്ഞ ഏതെങ്കിലും മനുഷ്യന് ഒരുമിച്ച ദൈവക്കാര് സന്തോഷമില്ലല്ലോ മക്കള്. ഇന്നത്തെ കല്യാണം അമേരിക്കയിലേക്ക് പോകുമ്പോൾ പെന്തിക്കോസ്തുകാരുടെ കല്യാണം കേൾക്കാം. ചെറുക്കനെ പെണ്ണിനെ അവിടെ നിർത്തും. സെൻട്രൽ പാസ് വന്നിട്ട് എന്താ കൈ കൊടുത്ത് മക്കൾ പോക്കാൻ പറയും. രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, വചനം ശുശ്രൂഷിക്കും. അവസാനം കല്യാണം നടക്കുന്ന ദൈവദാസൻ താണ്ട് ഒരു കൈ ഉയരത്തിലേക്ക് ഉയർത്തും. കർത്തദാസൻ വേറൊരാൾ മൈക്ക് പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചിട്ട് ഇങ്ങനൊരു വാക്ക് പറയും, ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് വേദന്റെ പൂങ്കാവനത്തിനകത്തിറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച് ആദ്യത്തെ കുടുംബത്തിന് അടിസ്ഥാനപ്പെട്ട സ്വർഗീയ കരത്താൽ ഈ മക്കളുടെ വിഭാഗത്തെ ഉഭയസമ്മതം ചെയ്ത് ഞങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. ആര് കേൾക്കും? നമ്മൾ ചിക്കൻകാർ പോയിക്കൊണ്ടിരിക്കുക. സ്വോത്രം എത്ര ക്ലിയർ ആയിട്ടാ കാര്യം പറയുന്നത്. അങ്ങനെയാ കല്യാണം. ഇന്നത്തെ കല്യാണം ഏതാ? കമ്പ്യൂട്ടർ കല്യാണം. എന്താ എല്ലാവരും കണ്ടോണം. യോഗം കഴിഞ്ഞ് പടമെടുത്തോണം. വിവാഹം ഞങ്ങളില്ല, അമേരിക്കക്കാർ ലോസ് ആഞ്ചലസിലേക്ക് പോവുക. ആറന്മുളയവരെല്ലാം കേട്ടാട്ട് അമേരിക്കയിൽ വിവാഹമില്ല, ഇണയുമില്ല, തുണയുമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്ട്? ഒന്നിച്ച് താമസിക്കാൻ 2 പെൺകുട്ടികൾ. വടക്കംപറവുകാരെ നമ്മുടെ വി ഡി സതീശന്റെ നാട്ടുകാർ 2 പെൺകുട്ടികൾ. ശരണ്യ സൂതി എവിടെ പോയെന്നറിയാമോ? ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി ലിവിങ് ഒന്നിച്ച് താമസിക്കുന്നു. അതിന്റെ നാളെ കടങ്ങന്നൂക്കാരോട് പറയാം, ജോളിമോള് ജ്യോതിമോള് ഒരുമിച്ച് കല്യാണം. പേര് ലെസ്ബിയൻ മാരേജ്. സന്തോഷം ഇല്ലല്ലോ, തീരാൻ പോവുക. സ്വോത്രം. വിൻസെന്റും ബ്രൂണോയും കത്തോലിക്ക പള്ളി ദാണ്ട് തോമാച്ചാനും അവറാച്ചാനും കല്യാണം കഴിച്ചു. ഇതിന്റെ പേര് ഗെയ് മാരേജ്. ദൈവം വെച്ച എല്ലാം തീർക്കുക. വീശാമ്പൂവ് അവിടെ. സ്വർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ദൈവം വെച്ച കാർമിക നിയമം മാറി സ്വർഗ വിഭാഗം. സ്വോത്രം. അടുത്തത് US. നിങ്ങളുടെ ആരെങ്കിലും ഉണ്ട് സ്വർഗ വിഭാഗത്തിന് US പച്ചപ്പൊടി. ദൈവം വെച്ച നിയമങ്ങൾ മുഴുവൻ മാറി. അടുത്തത് ദാണ്ട് ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, പെർത്ത്, സകല സ്ഥലത്ത് സ്വർഗ വിഭാഗം ക്രിസ്തീയ രാജ്യങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് ദാണ്ട് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. നല്ല കാലം. ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരിൽ തന്നെ പിടിക്കാം. നമ്മുടെ കിടങ്ങന്നൂർ ഒരു പയ്യൻ, അവൻ എംകോമിന് പഠിക്കുന്നു, 22 വയസ്സ്. വേറൊരു പെൺകുട്ടി BCOമിന് പഠിക്കുന്നു, അവിടെ സെക്കൻഡ് ഇയർ, 20 വയസ്സ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടുകാർക്ക് വലിയ സന്തോഷമില്ല. നടത്താൻ അവരെന്തോ ചെയ്തെന്നറിയാം? 5000 രൂപ ചെലവ്. പിള്ളേരുടെ ചാടനായി നിയമം പറയുന്നത് കേട്ടിട്ട് സ്വന്തം 5000 രൂപ ചെങ്ങന്നൂരിലെ വക്കീലിനെ കണ്ട് വഴിയാധാരമായ ആധാരം കൊടുത്ത് 2 ദിവസം ഒറ്റ ദിവസം ഒരു കോടതി പോയി. 2 പേരെ ജഡ്ജി നോക്കി ഒരു തുണ്ട് എഴുതി കൊടുത്ത് ലിവിങ് ടുഗദർ. മനസ്സിലാകുന്നവർക്കായ സ്വോത്രം. പിന്നെ 2 പേരും വീട്ടിൽ വന്നില്ല. നെടുങ്ങാടപ്പള്ളിയിൽ ഒരു 3000 രൂപയ്ക്ക് വീട് കിട്ടി. എംകോംകാരന് BCOംകാരി അവിടെ നിൽക്കുക. ആറന്മുളയിൽ അപ്പച്ച എന്തോ ചെയ്യാന്? ആകെ പ്രശ്നത്തിലായി. സ്വോത്രം. നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പെങ്കൊച്ചിന്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം പേരുക്കളെ സൈബർ സെല്ലിൽ കൊടുത്തു. മണ്ണാമൂല വഴി കറങ്ങിയപ്പോൾ നെടുങ്ങാടപ്പള്ളിയിലുണ്ട്. അപ്പച്ചനോട് പറഞ്ഞ് രാവിലെ വാഗണറി വാ, നമുക്ക് പോലീസ് വണ്ടിയായിട്ട്. അപ്പച്ചനും ഭയങ്കര സന്തോഷം. രാവിലെ നെടുങ്ങാടപ്പള്ളി ലൊക്കേറ്റ് ചെയ്ത് സ്വോത്രം. അവിടെ മാരിക്കൽ എന്ന് പറഞ്ഞ് ഇടുങ്ങിയ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ചെറുക്കനും പെണ്ണോട് രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ CI ചെന്നിട്ട് പറഞ്ഞു, വണ്ടി കയറാൻ പപ്പ വന്നിട്ടുണ്ട്, പരാതി തന്നിട്ടുണ്ട്. ചെറുക്ക അകത്ത് കൊണ്ട് ഒരു പേപ്പർ കാണിച്ച് ചെങ്ങന്നൂർ കോടതി ലിവിങ് ടുഗദർ. സന്തോഷമില്ലല്ലോ. 2 പേരോട് CIയോട് പറഞ്ഞ് ചായ സാപ്പിടുക, തമിഴിന്റെ ഭാഷയിൽ പറഞ്ഞ ടീ സാപ്പിടുക. ഒരു അരുമயான പാടലും വെച്ചു കൊടുത്ത് ഉണ്മ നമ്പി വന്നേ വെക്കപ്പാടലെ. മനസ്സിലാകുന്നവർക്കാർ ഇന്ന് രാത്രി ആര് വേണ്ട, പൂജാരി വേണ്ട, ആചാരി വേണ്ട, അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട. 5000 കൊടുത്താൽ ലിവിങ് ടുഗദർ. വേണമെങ്കിൽ താമസിക്കാം, വേണമെങ്കിൽ വഴി കളയാം. മനസ്സിലാകുന്നവർക്കാർ ചെങ്ങന്നൂർ തിരുവനന്തപുരം വണ്ടി പയ്യൻ കുട്ടാരക്കരെ പെക്കിച്ചു കിളിമാനൂരുമായി. സ്വോത്രം. ദാ കിടക്കുന്നു. അതിന്റെ പേര് വക്കീലന്മാരുണ്ടേ അറിയാം. BNSലേക്ക് അത് ഇതുവരെ മാറിയിട്ടില്ല. ലിവിങ് ടുഗദർ. അന്ത്യകാലം. ഈശാനും സൂര്യൻ ദാ കിടക്കുന്നു. ഒന്നാൽ ട്രാൻസ്ജെൻഡർ മാരേജ്. ബാക്കിയൂടെ കണ്ടാട്ട് കോടതി മുറി. ഇന്ത്യയിലെ സുപ്രീം കോടതി 2 പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്നു. ജസ്റ്റിസിന് പോലും ഒന്നും ചെയ്യാൻ വയ്യ. എന്താ ഇതിന്റെ കാര്യം? ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. എന്താ? കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സുപ്രീം കോടതി ജസ്റ്റിസ് TY ചന്ദ്രചൂഡ്, അദ്ദേഹത്തിന് മുമ്പിൽ 3 പെൺകുട്ടികൾ, 1 മലയാളി, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, സാറേ ഇവിടെ ഞങ്ങൾക്ക് സ്വർഗവിവാഹം തരണം. ഒരു വലിയ വക്കീലിനെ കൊണ്ടുവന്നു. അവരുടെ ഭയങ്കര രേഖ. ഗ്രീസിലെ ഓർത്തഡോക്സ് സഭ അംഗീകരിച്ചു. 36 രാജ്യങ്ങൾ സ്വർഗവിവാഹം. ജസ്റ്റിസ് വിചാരിച്ച് ഒരു നല്ല രാജ്യത്തേക്ക് കൊടുക്കുന്ന പിന്നെ ഞാൻ എന്തിനാ പേന എടുക്കാൻ തുടങ്ങിയപ്പോൾ BJP ആരുമായിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. BJPയുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞു, സാറേ ആ പേപ്പറിനകത്ത് ഒപ്പുവെക്കരുത്. ഇന്ത്യ ആശ ഭാരതം. ഇവിടെ ഒരു വിഭാഗമുള്ള സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. പേപ്പർ താക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മാമ്മേ, ആ ധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവർക്കാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. അന്ത്യദിനങ്ങളിലേക്ക് തീർന്നില്ല. അതിലൊരു പെൺകുട്ടിയെ ഈ അടുത്ത ദിവസം ചാനലിൽ വന്നിട്ട് ചർച്ച ചെയ്യുവാന്നേ.
ഇനി ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് കർത്താവ് വടി എടുക്കുമ്പോളെ ഭാരപ്പെടേണ്ട. ദാ കിടക്കുന്നു വരൻ ഉക്രൈൻ. കർത്തദാസ്മാർ കണ്ടട്ടെ, വധു പുനലും ഓൺലൈൻ കല്യാണം. MP രാജേഷ് സന്തോഷമില്ലല്ലോ. ദാ കിടക്കുന്നു മന്ത്രകോടി പന്തളത്തെ ശ്രീവത്സവം കൊണ്ട് തരും. പ്രാർത്ഥിച്ചു, ഇതെല്ലാം അന്ത്യകാലത്ത് നടക്കാൻ പോച്ചു. കൈവച്ചാൽ കല്യാണം. അങ്ങനെയെങ്കിൽ നിയമത്തെ മാറ്റുമോ? ഇന്ന് രാത്രി കേട്ടോ, ബാക്കിയൂടെ കേട്ടോണം പെന്തിക്കോസുകാര്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും നല്ലൊരു രാഷ്ട്രമായിരുന്നു 1991. എല്ലാവരും കേട്ടാട്ടെ. 1991 1991 അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ ഭരണത്തിൽ വന്നു. അദ്ദേഹം വന്നിട്ട് ആദ്യത്തെ പരിപാടി സ്വർഗ വിവാഹം. സകല പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാം അദ്ദേഹത്തോട് ചെന്ന് പറയും, സാറ് ഈ ബില്ലിനകത്ത് ഒപ്പിടരുത്. നമ്മുടെ ഡോളറിൽ ഒരു വേർഡുണ്ട്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മാറ്റരുത്. അന്ന് തൊട്ട അമേരിക്ക കാറ്റടിച്ചത്. ആറന്മുളക്കാർ നാൽക്കാലിക്കലും കിടങ്ങനൂരും കേട്ടു. റീത്തയും കത്രീനയും വിൽമയും. അത് കഴിഞ്ഞ് ഫ്ലോറൻസ് ലോറൻസ്. നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ തിരുവനന്തപുരത്തും പ്ലെയിൻ കയറാൻ പോകും. പ്ലെയിൻ ആകാശത്തിൽ പറക്കുന്നത്. അമേരിക്കയുടെ കെന്നഡി എയർപോർട്ടിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. നാസയുടെ നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിമാനത്തെ സാറ്റലൈറ്റ് വഴി കാണും. വിമാനമല്ല കാണുന്നത്. അതിനവർ വിളിക്കുന്ന ഇവിടെ സയൻസ് ടീച്ചേഴ്സ് ഉണ്ട്. ഇന്ന് രാത്രി ചോദിക്കണം, ബട്ടർഫ്ലൈ എഫക്ട് അവിടം വരെ കാണാൻ പറ്റും അമേരിക്കയ്ക്ക്. പക്ഷേ അമേരിക്കയിൽ കാറ്റടിച്ചത് ഒരു കമ്പ്യൂട്ടറിനും കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി നമ്മുടെ ദൈവമാര് യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളേ. യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. തീരാൻ പോവാ ഇന്ന് രാത്രി. രണ്ടാമത്തെ കാര്യം, ബിൽ ക്ലിന്റൺ രണ്ടാമതൊരു കാര്യം കൊണ്ടുവന്നു. ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ ലൈസൻസ്, കൊല്ലാനുള്ള ഒരു ലൈസൻസ് കൊണ്ടുവന്നു. 7 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാം. ഞാൻ പച്ചയ്ക്ക് പറയാം, ലൈവ് പോയാൽ നിങ്ങൾ ഇവിടെ ഒരുപാട് അമേരിക്കക്കാരുണ്ട്. അമേരിക്കയിലെ പെൺകുട്ടികൾ 7 മാസമുള്ള കുഞ്ഞിനെ വയറ്റിനകത്ത് വെച്ച് ഞെക്കിയിട്ട് ആശുപത്രിയിൽ പോയി കൊന്നിട്ട് കേസില്ല. ഇന്ന് രാത്രി നാൽക്കാലിക്കൽ ആറന്മുള കിടങ്ങനൂർ കേൾക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാനഡയിൽ പോയി, ടൊറന്റോ, വാൻകൂവർ, അത് കഴിഞ്ഞിട്ട് നയാഗ്ര ഫാൾസ്, അവിടെ എല്ലാം പോയിരിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. എന്താ സംഭവിച്ചെന്ന് ആൽബർട്ട, ഞാൻ പഠിപ്പിച്ച ഒരു മോൻ എന്നവിടെ അവ എന്നെ വിളിച്ചു പറഞ്ഞ്, സാറ് പ്രസംഗിക്കണം. പച്ച മലയാളത്തിൽ മറച്ചു വെക്കാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി പെൺകുട്ടികൾ അവിഹിത ഗർഭം ധരിക്കുന്നു. കാനഡയിൽ അബോർഷൻ ഇല്ല. ഇവിടെ കളി അല്ലെ കോയമ്പത്തൂർ ചാടുന്ന പോലെ പോയി അബോർഷൻ ചെയ്തുകൊണ്ട് വരുന്നു. ഇവിടെ ആറന്മുള ബിവറേജസേ ഉള്ളൂ പാലത്തിന്റെ അപ്പുറം. കാനഡയിൽ നിന്ന് 25 ഗ്രാം മയക്കുമരുന്ന് അവിടെ കൊടുക്കുന്ന കരകൾ കാനഡയിൽ. ലോകം തീരാറായി. സ്വത്രം എവിടം വരെ എത്തിയെന്നറിയാമോ? ഇന്ന് രാത്രി അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ അബോർഷൻ ലൈസൻസ് കൊടുത്തു. കത്തോലിക്ക സഭ ഞാൻ ബഹുമാനിക്കുന്നു. അവിടുത്തെ പോപ്പ് പറഞ്ഞു, സാറേ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കരുത്. മക്കളെ യഹോവ തരുന്ന ദാനം ഉദരഫലം യഹോവയുടെ പ്രതിഫലം. കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഇന്ന് രാത്രി ലോകത്തിൽ 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന രാഷ്ട്രമാ അമേരിക്ക. അന്ന് തൊട്ട് അമേരിക്ക സാമ്പത്തിക മാന്യ. എന്താ 37 ബാങ്കുകൾ അമേരിക്കയെ പൊട്ടി. കൺവെൻഷൻ വീട്ടുമുറ്റത്ത് നടക്കുമ്പോൾ JP മോർഗൻ, അമേരിക്കൻ ഇൻവെസ്റ്റ്, അമേരിക്കൻ ഗൾഫ്, എത്ര ബാങ്ക് പൊട്ടി മനസ്സിലാകുന്നവർക്കാൽ. ഇന്ന് രാത്രി ട്രംപ് വന്നപ്പോ എല്ലാരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നു. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. പെന്തിക്കോസുകാരെല്ലാം പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ രക്ഷകൻ വന്നു, ദാ ട്രംപ് വന്നത്. ഒരു മണ്ണാങ്കട്ടയല്ല. ട്രംപ് പെന്തിക്കോസുകാരന് വേണ്ടി വന്നതല്ല. ട്രംപ് ആർക്ക് വേണ്ടി വന്നതാ? ഇസ്രയേലിന് വേണ്ടി വന്നതാ. ഇന്ന് ഇസ്രയേലിനെ നിലനിർത്താൻ ദൈവത്തിന് ഒരുവനെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ട്രംപിനെ കൊണ്ടുവന്ന്. വീട്ടിൽ ചെന്ന് യോബ് വായിക്കണം. അവൻ ബലശാലികളെ തന്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ കസേരയിൽ ഇരുത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ സ്വത്രം. അതുകൊണ്ടാണ് ട്രംപ് വന്നത്. അല്ല പോഷിട്ട് കാര്യമില്ല. ഇന്ത്യക്കാർ പറഞ്ഞ നല്ലതാണ്. ട്രംപ് എന്താ ചെയ്ത്? 2 പ്ലെയിനകത്ത് സർദാക്കന്മാര് കന്നാല് കാല് കെട്ടിയിട്ടേക്കുന്നോണ്ട് നാട്ടി വിട്ട് കര ഉയരുന്നില്ല. ട്രംപ് നല്ലവന വല്ലവന പോസ്റ്റിട്ട പാസ്റ്റർമാരെ ആരെയും കാണാനില്ല. സ്വത്രം. ശശി തരൂർ സാറിന്റെ പ്രസംഗം കേൾക്കുന്നതായിരിക്കണം പ്രതിൽ. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, സാറ് 18,000 പേര് അമേരിക്ക ബുക്കും പേപ്പറും ഇല്ലാത്തതെന്ന്. സാർ എന്നോട് പറയാം, പോയ പാസ്റ്റർമാർ എത്ര എണ്ണം കിടക്കുന്നുണ്ട്. കഥകളി ആടാൻ പോയവനുണ്ടെന്ന്, ഗാനമേളയ്ക്ക് പോയവനുണ്ടെന്ന്, എല്ലാം അവിടെ കിടക്കുമെന്ന്. എന്നിട്ട് പുള്ളി തമാശയ്ക്ക് പറയുന്നത്, തിരുവനന്തപുരത്ത് പട്ടണത്തിൽ കൂടെ RC ബുക്ക് ഇല്ലാത്ത എത്ര വണ്ടി ഓടുന്നെന്ന് മനസ്സിലാകുന്നവർക്കായി. കമ്പ്യൂട്ടറിലുള്ളതാ 18,000, ബാക്കി പുറകെ വരാൻ പറ്റുന്നു. സ്വത്രം. എല്ലാത്തിനെയും വണ്ടി കയറ്റിയവൻ ട്രംപ് ആകെ വിരളി കൊണ്ടിരിക്കുക ഇന്ന് രാത്രി. അതുകൊണ്ട് ട്രംപ് വന്ന പെന്തിക്കോസുകാരുടെ രക്ഷയ്ക്കല്ല. പിന്നെ ട്രംപിന്റെ ഒരു കാര്യം 2 മിനിറ്റ് വൈകിയാലും അവ എവിടെ ചെന്നാലും ഒരു കാര്യം പറയും, യേശു രക്ഷകൻ, കരമുയർത്തുന്നവർക്കായി. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ട്രംപ് പറയും. പെന്തിക്കോസുകാർ കേട്ടാട്ട്, അവന്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത്. സന്തോഷമില്ലല്ലോ? ഇന്ന് ആറന്മുള കടങ്ങന്നൂർ അപ്പനെ അമ്മ ഒന്നും കൊടുത്തില്ലേലും വേണ്ടിയല്ല, മനസ്സുകൊണ്ടെങ്കിലും ഓർക്കണം. പണ്ട് ആ പുൽപ്പായി കരഞ്ഞുകൊണ്ട് അവർ വീട് കിട്ടിയത്. സന്തോഷമില്ലല്ലോ മമ്മേ?
അന്നത്തെ കാലത്ത് കട്ടൻ ചീനിയും കഞ്ഞിയും കുടിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വീട് വേണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം വേണം. ആരൊക്കെ ഓലപ്പനക്കകത്ത് പള്ളിപ്പനക്കകത്ത് ഇരുന്ന് കരഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രി നിനക്ക് നല്ല വീടും കാറും കിട്ടിയത്, ചെലവാക്കാൻ 2 ATM കാർഡ് കൈ കിട്ടിയത്, നിന്റെ വീട്ടിനകത്ത് കാർപോർച്ചിനകത്ത് കാറ് കിടന്നത് മകനെ മകളെ നിന്റെ കഴിവല്ല, നിന്റെ പിൻപിൽ കരഞ്ഞ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര. ഇന്ന് രാത്രി ഇനി ഞാൻ ഇവിടെ വന്നില്ലേലോ, ദൈവജനം ബന്ധിക്കോസുകാർ കേട്ടോ, തന്റെ ജന താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ വരുവാനുള്ള കാലത്ത് ന്യായവിധി നമ്മുടെ മേൽ വരാറായി. എന്നാൽ ജന താഴ്മയോടെ കരഞ്ഞ് നമുക്ക് വന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കരം ഉയർത്തുന്നവർക്കായി പണ്ടത്തെ പോലെ ഒരു ശുഭകാല പട്ടണത്തിനകത്ത് തരുവോ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ, അപ്പൊ ഉപവസിക്കുന്ന അമ്മച്ചിമാർ, മുട്ടുമടക്കി കരുന്ന സഹോദരങ്ങൾ സഭയിൽ എഴുന്നേൽക്കട്ടെ. സഹോദരൻ, മൂന്നാമത്തെ കാര്യം ട്രംപിന്റെ പ്രത്യേകത, അവൻ ക്യാബിനറ്റ് തുടങ്ങുമ്പോൾ ഒരു കാര്യം, 2 മിനിറ്റ് എല്ലാവരും മിണ്ടാതെ നിൽക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ സഭായോഗം പോയി ദാവണം, സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് 3, 4-ാമത്തെ കാര്യം, ഒരു കാര്യം ട്രംപ് അമേരിക്കയിലെ സ്കൂളിൽ മൊത്തം ഒരു കാര്യം ചെയ്തു വെച്ചു. എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. 50,000 ബൈബിൾ അടിച്ചു വെച്ചിരിക്കുക, വീട്ടിലും കൊണ്ടു കൊടുക്കാം, നാട്ടുകാർക്കും കൊണ്ടു കൊടുക്കാം അമേരിക്കയിൽ. 5-ാമത്തെ കാര്യം, ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കരം ഉയർത്തുന്നവർക്ക് സ്വതന്ത്രം. ആറന്മുളയിൽ അച്ചായ കരം ഉയർത്തുന്നില്ല, ട്രംപ് പറയുന്ന അമേരിക്കയ്ക്ക് രക്ഷ യേശു മാത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരാണ് ഭാഗ്യവാന്മാർ. അവര് നാട്ടില് വീട് കൂടുവെല്ലാം വിൽക്കാൻ പോകുന്നത് അവരാണോ ഭാഗ്യവാൻ? അന്നേരം പറയാ ആറന്മുള റബ്ബറുള്ള കുഞ്ഞച്ചാനാണ് ഭാഗ്യവാൻ. ഇലയും പൊഴിഞ്ഞ് പട്ടയും പോയി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഗൾഫ് രാജ്യത്തെ എണ്ണവല, ദുബായിൽ കുലുങ്ങുന്നു, സൗദിയും കുലുങ്ങുന്നു, ഇസ്രയേൽ ഭീഷണി കൊടുക്കുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാന്മാർ? ഗൾഫുകാരനാണോ ഭാഗ്യവാന്മാർ? ഇന്ന് രാത്രി റാന്നിയില് ആറന്മുള തോട്ടമുള്ള കുഞ്ഞച്ചാനാണോ ഭാഗ്യവാന്മാർ? അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. ഈ ഭവനാങ്കണത്തിൽ ഭാഗ്യവാന്മാരെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. ആരാവർ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കരമുയർത്തുന്നവർക്കാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി കിടങ്ങനോട് ഒരു രാത്രി കൂടി ഞങ്ങൾ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇന്ന് രാത്രി കിടങ്ങന്നൂര് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ദാനിയേൽ 7:25. He will talk at the land order. 3 വാക്യയുടെ വേള വായിക്കാം. 25-ാമത്തെ വാക്യം വായിച്ചാൽ പ്രവചനം. അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും, ഏതന്റെ പൂങ്കാവനത്തിൽ മനുഷ്യനെ ഉള്ളുർപ്പിച്ച കർത്താവിന് വിരോധമായി വമ്പ് പറയുകയും. അടുത്തത്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും, ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ടെ, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് we are giving the interpretation. The last day he will take it the land order. വായിച്ചാൽ കാലവും കാലങ്ങളും കാലാംശവും. കാലമേടെ കാലാംശം 3.5. ദൈവസഭ എടുക്കപ്പെട്ടാൽ കാലവും കാലങ്ങളെ കാലാംശങ്ങളിൽ ലോകം അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാ നിയമം മാറ്റി സ്വർഗ കല്യാണം. അമേരിക്കയിലെ കാര്യം പുറകെ. അടുത്ത കേരളം. യെശയ്യാ പ്രവചനം 3:12. പത്തനംതിട്ട നടന്ന സംഭവം വരുന്ന രാത്രി ബൈബിളിനകത്ത്. യെശയ്യാ പ്രവചനം 3:12. നിയമം മാറിയോ കാലം മാറിയോ? അച്ഛൻ എടുത്താട്ടെ, എല്ലാവരും ബൈബിളും തുറന്നാട്ടെ. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കരമുയരുന്നില്ലല്ലോ മക്കളെ. 400 കേസ് 2 വർഷമായിട്ട് പോസ്കോ പത്തനംതിട്ട. ബാക്കി മിണ്ടണ്ട, നമുക്കൂടെ നാണക്കേട്. ഇന്ന് രാത്രി കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. കേട്ടോ, തിരുവനന്തപുരത്ത് ദേവനന്ദ എന്ന് പറയുന്ന 2 വയസ്സുള്ള കുഞ്ഞിന് എന്തിന്റെ പേരിൽ അവരമ്മ കിണറ്റിനകത്ത് എറിഞ്ഞു കൊന്നു. ഇനി ബാക്കി കേട്ടാട്ടെ. കൊച്ചി, കളമശ്ശേരി, ഇവിടുത്തെ നിങ്ങളുടെ സജിമോൻ പാസ്റ്റർക്ക് അറിയാം. വയറ്റിലെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായത്, ഭർത്താവ് കളഞ്ഞിട്ട് പോയി. അവിടെ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ കഴുത്തി ഞെരിച്ച് കൊന്നു. ആമസോണിന്റെ കവറിനകത്ത് കൊച്ചിയില് എവിടെ റോഡിനകത്ത് വയറ്റിലെ ഓടുന്ന ബസ്സിനകത്ത് എറിഞ്ഞു കളഞ്ഞ അമ്മ 9 മാസം 9 ദിവസം 9 വിനാടിയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ. ബാക്കി ബന്ധുക്കോസാർ കേട്ടാട്ട്. വയറ്റിലൊക്കെ അടുത്ത് 2-ാമത്തെ സംഭവം. ഒരു പെൺകുട്ടിക്ക് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞു മോനിരിക്കുന്നത് ദൈവമായിട്ട് കുഞ്ഞിനെഴുതി ജിത്തുമോൻ. ആ ഒരു കുഞ്ഞുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? അവർക്ക് 2-ാമത് കാമുകൻ ആദ്യത്തെ പോയി. അവ ഒരു ടോർപ്പിട വെച്ചു. മകനെ, മകള്, ഈ കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ ഭാര്യയാക്കാം. അവൾ അതിൽ ചെയ്ത കഥകിന്റെ കീഴി വെച്ചൊരു പിഞ്ചു കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച 1.5 വയസ്സുകാരന്. അവസാനം ഞെക്കിക്കൊന്ന് കളമശ്ശേരി ചെന്ന് ആശുപത്രിയിൽ വന്നിട്ട് പറഞ്ഞു,
പറഞ്ഞു കഥകിന്റെ കീഴിൽ വെച്ച് മരിക്കാന്ന്. തീർന്നില്ല, എന്താ ചെയ്തെന്നറിയാമോ? പോലീസിനെ വിളിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ചോദ്യം ചെയ്ത് അടി കിട്ടിയപ്പോ കാര്യം പറഞ്ഞു. കുഞ്ഞിന്റെ ബോഡി അവിടെ വെച്ച് ഓൺലൈനിൽ ആദ്യ ഭർത്താവിന്റെ നമ്പർ മേടിച്ചു. 1.5 മാസം പേപ്പറിൽ കൊടുത്ത് വന്നില്ല. അവസാനം പോലീസിന് സിറ്റി പോലീസ് കമ്മീഷണർ നിങ്ങൾ പെട്ടി മേടിക്കണ്ട, ഞാൻ മേടിക്കാം. വില കൂടിയ പെട്ടി മേടിച്ചു. സൂര്യനെ പോലെ മുഖമുള്ള കുഞ്ഞിനെ അതിനകത്താക്കി. എന്നിട്ടൊരു വാക്യം എഴുതി, മകനെ വിടാ. ഇന്ന് രാത്രി എവിടം വരത്തെ കേരളം. എന്തായി അമ്മാമേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ പെന്തിക്കോസ്തുകാർ കരമുയരുന്നില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി സ്വത്രം. അതിനകത്ത് 3 പൂവും വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് കളമശ്ശേരി പബ്ലിക് മൈതാനത്തിൽ അടക്കിയത് ഒരു IPS ഓഫീസർ. തീർന്നില്ല, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പൂവാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, സാറേ കർത്താവ് വരാറായി. CSI കാര്. ഞാൻ ചോദിച്ചു എന്താ? 3 ലക്ഷം രൂപയ്ക്ക് 9 മാസവും 9 ദിവസവും 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വിറ്റ് കാശാക്കിയ കേരളം തീരാൻ പോവാ. ഈ തലമുറ കർത്താവ് വരാൻ പോവാ. കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ട്, സ്ത്രീകൾ അവരെ വാഴുന്നു. ആ കിടക്കുന്ന സ്ത്രീകൾ അവരെ വാഴുന്നു. നേരെ ആരെന്നുള്ളക്കാർ സഹോദരി വീണ ജോർജ് സാറ് അവരോട് ചോദിക്കണം, കേമാ കമ്മിറ്റി റിപ്പോർട്ട്. സഖാവ് പിണറായി ആര് വിചാരിച്ചാലും അത് വിടത്തില്ല. നിങ്ങളെല്ലാം കേൾക്കണം ദൈവദാസന്മാരെ. എന്താ കേമാ കമ്മിറ്റി റിപ്പോർട്ട്? നാട്ടുകാരോട് ഞാൻ പച്ചയ്ക്ക് പറയോ? എന്റെ ഒരു സുഹൃത്ത് വായിച്ചിട്ട് പറയും, പക്ഷേ സ്റ്റേജിൽ കൂടെ പറയണം, ഇന്നത്തെ സിനിമാ നടിമാര്, സീരിയൽ നടിമാര് അവരുടെ അമ്മമാരെ പറ്റി പറഞ്ഞ കാര്യ കേമാ കമ്മിറ്റി റിപ്പോർട്ട്. സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി സ്വന്തം മക്കളെ വിറ്റ് കാശാക്കിയ കേരളം കരം ഉയർത്തുന്നവർക്കാൽ. ബാക്കി വീണ ജോർജ് സാറിന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പേരൂടെ പറഞ്ഞു. എന്റെ സ്വന്തം ഇന്ന് രാത്രി വായിച്ച IPS. അതുകൊണ്ടാണ് പിണറായി വിടാത്തത്. അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല. സ്വന്തം അമ്മമാർ സ്വന്തം മക്കളെ ശരീരം വെച്ച് കാശാക്കിയ കേരള കേരള കമ്മിറ്റി റിപ്പോർട്ട്. സ്വത്രം. അത് കഴിഞ്ഞിട്ട് ജനം അവരെ തെറ്റിക്കോ? വയലടുത്ത വാക്യം എല്ലാം തീരാറായി. സ്വത്രം. എന്റെ ജനമേ, എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ജനം മുഴുവൻ വഴിതെറ്റി പോയില്ലേ? 2025 ക്രൂസൈഡുകാരെല്ലാം പറഞ്ഞു, വീട് വരുന്നു, കാർ വരുന്നു, കമ്പ്യൂട്ടർ വരുന്നു, മോനെ തെക്കേ അമേരിക്കയിലായിരിക്കുന്നു, ഗിഫ്റ്റ് വരുന്നു, ഭയങ്കര റിഫ്രഷ് വരുന്നു, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. 2025 എന്ന് പേപ്പർ നോക്കിയാൽ കൊലപാതകം. കരം ഉയർത്തുന്നവർക്കായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇന്ന് രാത്രി കിടങ്ങുന്നവരോട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവസഭ ഉണരട്ടെ, കുടുംബങ്ങൾ ഉറങ്ങണട്ടെ. രാത്രി വാറായി, പകൽ അടുത്തു പോയി, നമ്മുടെ കാന്തൻ വരാറായി. ക്രൂശിന്റെ വചനം. ഇന്ന് രാത്രി നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും അത് ദൈവ ശക്തിയാ. കരമുയർത്തുന്നവർക്ക് ചാങ്ക് തകർന്നല്ലോ ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്നത്. അവസാന ദിനങ്ങളെ ഓടി ഓടി പ്രസംഗിക്കുക. ഇന്ന് രാത്രി ഈ ദിനത്തെ കണ്ട് പൗലോസ് എന്ന് പറഞ്ഞു, എഫെസ്യ ലേഖനം 5, 15, 16 ഒന്നുകൂടെ കഴിഞ്ഞ ഇടവേള. അച്ഛാ വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 5, 15, 16 വായിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15, 16 വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അടുത്ത വാക്ക്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവർക്കായി. നാടൻ ഭാഷ, ആറന്മുളയിലെ ഭാഷ. കൊത്തി കൊത്തി മുറത്തി കയറുന്ന കൊത്തുന്ന കോഴിയെ ആറന്മുളയിൽ അമ്മണിമാമ പാത്തായത്തിലെ പിച്ചാത്തി എടുക്കാൻ പോകത്തില്ല. അരകല്ലിരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് ഗ്രില്ലേ കൂടെ എറിയുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവ തീക്കായി സൂക്ഷിക്കുന്നു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കടങ്ങന്നൂര് 2ാമത് വാർഷിക കൺവെൻഷന്റെ 4ാമത് രാത്രി ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഈ രാത്രി കൺവെൻഷൻ സമാപിക്കുന്ന രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തിരക്കൊണ്ടകത്തിരിക്കുന്ന ചെറുപ്പക്കാര, സുഹൃത്തെ, സഹോദരി, പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാക്ഷികൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ആര് കരമുയർത്തൻ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വചനം ഇന്ന് രാത്രി കടക്കാം. ആദ്യത്തെ ഇടവേള ഇനി 20 മിനിറ്റോടെ മതി. ലോസ് ആഞ്ചലസ്. എന്താ ലോസ് ആഞ്ചലസ്? കർത്താവിന്റെ വരവ്. അത്തി നോക്കി ഒരു ബൊമ്മ പിടിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇളതെടുക്കുമ്പോൾ വീണ്. അങ്ങനെ നിങ്ങൾ ദുഃഖി കാണുമ്പോൾ അവൻ അടുക്കവാതിക്ക്. ആകാശഭൂമി ഒഴിഞ്ഞു പോകുക, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കോ നോഹൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിന്റെ കാലം 2025. നിങ്ങളുടെ വീട്ടിൽ പേപ്പർ ഉണ്ടെങ്കിൽ ജനുവരി 4 അമേരിക്കൻ ഹോളിവുഡിനകത്ത്
ഒരു അവാർഡ് ദാനത്തിൽ 2 പെൺകൊച്ചുങ്ങളെ ചുട്ടിപ്പാവാടെ ഉടുത്തിട്ട് അവളുകൾ മൈക്ക് കൂടെ പറഞ്ഞതാ, പച്ചയ്ക്ക് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആരാ പറഞ്ഞ ഈ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയതാ? നോ, ദാറ്റ് ഈസ് എ ഫിനോമിന. മമ്മേ, എല്ലാവരും കാണുന്നതൊക്കെ 48 മണിക്കൂർ കൊണ്ട് അമേരിക്കയിൽ തീ ഇറങ്ങി. ആരാ നമ്മുടെ ദൈവം? 28,800 വീട്. നിങ്ങളുടെ ബന്ധുക്കൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ലോസ് ആഞ്ചലസ് 48,000 ഏക്കർ, 28 സിനിമാ താരങ്ങൾ, 38 എണ്ണം അങ്ങ് തീർന്നു. സ്വോത്രം. റെഡിയായോ? ലോത്തിന്റെ കാലത്ത് സാമ്പിൾ വെടിക്കെട്ട്. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തു. എവിടാ? സോദോമിലേക്ക് പോകാൻ. സ്വോത്രം. അബ്രഹാം പറഞ്ഞ അവിടെ ഒരു പെയ്ത്തോം അവിടെ ഉണ്ട്, ലോത്ത് കൊച്ചുവാസ. ഉടനെ വീഡിയോ കോൾ ഇട്ട്. സ്വോത്രം. പെയ്ത്തോമ കൂട്ടി തമ്പേറുമില്ല. ലോത്ത് പട്ടണവാതിൽക്ക് കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. സ്വർഗം ആദ്യം ചോദിച്ചു 10 ഉണ്ടോ, 5 ഉണ്ടോ, 1 ഉണ്ടോ? കിടങ്ങന്നൂർ, ആറന്മുള്, അത് കഴിഞ്ഞ് ഇന്ന് രാത്രി നാൽക്കാലിക്കല്, ഇവിടെ വാഴപ്പള്ളി ജംഗ്ഷനൊക്കെ അപകടം നടക്കാത്തത് പ്രാർത്ഥിക്കുന്നവന്റെ കരുണ ദൈവം കമ്പ്യൂട്ടറിൽ കണ്ടത് കൊണ്ട് ദേശത്തനർത്ഥം വരാതിരിക്കുന്നത്. കണ്ടോട്ടെ വേല ബന്ധിക്കോശാരാ. സ്വോത്രം. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ന്യായവിധി വരത്തില്ലെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അവിടെ ആരാ നിലവിളിച്ചത്? ഇൻസ്റ്റാഗ്രാം അല്ല വിളിച്ചത്, വോട്ടീം അല്ല കോൾ ചെയ്തത്, വാട്സപ്പ് അല്ല, കല്ലും മണ്ണ് നിലവിളിച്ചു. സ്വോത്രം. 2 ദൈവദാസന്മാർ ഓടി ദൂതന്മാരെ വിളിച്ചത് ലോത്തിന്റെ വീട്ടിൽ നിന്ന് അന്നേരം പറഞ്ഞ് വിട്ടുതരാൻ. അതാ ചുംബന സമരവും കിസവും ലവും ഒക്കെ. പെൺപിള്ളേർ കേട്ടാട്ട കർത്താവിന്റെ വരവി കൈവിടപ്പെട്ടു. സ്വോത്രം. സ്കൂളിലെല്ലാം കയറിയിരിക്കുക. കിസോം ലവ്, ചുംബന സമരം, എവനെയൊക്കെ അടിച്ച് ശരിയാക്കേണ്ട സമയം കഴിഞ്ഞു. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി പച്ചയ്ക്ക് ഞാൻ പറയുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി ലോകത്തിപ്പോ ഇവിടെ ഇരിക്കുന്ന പട്ടണവാദിക്കലായിരിക്കുന്നത്. അടുത്ത അമ്മാമ ചവിട്ടി പുറത്താക്കിയെന്ന് മനസ്സിലാകുന്നവർക്കായി പാഷന്മാരെ കൂടെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ചാൽ നമുക്ക് ലഭിക്കാം. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി അധികാരം അവരുടെ കയ്യിലേക്ക്. സ്വോത്രം. ബാക്കിയുള്ള കേട്ടു. ലോത്ത് 4 കാര്യം പറഞ്ഞു. പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം, രക്ഷയ്ക്കായി പുറത്ത് വരണം, തിരിഞ്ഞു നോക്കരുത്. അമ്മാമയും പിള്ളേരോട് ലോത്ത് പറഞ്ഞ് കമാൻഡർ കയറിട്ടു, തീ ഇറങ്ങാൻ പോവുക. കുഞ്ഞുങ്ങളോട് ഒരു ചുരിദാറും മൊബൈലും ഒക്കെ എടുത്തോളാം. പെൺകൊച്ചുങ്ങൾ പുറകെ കയറി, അച്ചായൻ കയറി. കമാൻഡറിനകത്ത് അമ്മാമ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 4 കാര്യം. 1, കല്യാൺ സിൽക്കിൽ നിന്ന് വെച്ച സാരി നമ്മുടെ IPC ജനക്കെന്നും കൊടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഐഫോൺ വന്നതേ ഉള്ള ആപ്പിളിൽ വൈഫൈ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2, മൂന്നാമത്തെ കാര്യം, പന്തളത്ത് കുളന്നരയിൽ മേടിച്ച ചിക്കൻ കാല് 12 65 ഉണ്ടാക്കാൻ 4 വിസിലേ ആയോളൂ, ബാക്കി വേറെ കിടക്കൂ. സ്വോത്രം. 4-മത്തെ കാര്യം, ബിരിയാസിന് മേടിച്ച ഐസ്ക്രീം ഞാൻ നക്കിക്കൊണ്ടിരിക്കുക. പാൻ പറ്റൂ എങ്കിലും അമ്മാമ്മയെ വലിച്ചു കയറ്റി. മനസ്സിലാക്കുന്നവർക്ക് പകുതി വഴിയപ്പോ അമ്മാമ്മ പറഞ്ഞു 1 ചവിട്ടിയാട്ടെന്ന്. സ്വോത്രം. ലോത്തൊറ്റ ചവിട്ട്, അമ്മാമ്മ ഒരു ചാട്ടം. സ്വോത്രം. ദാ കിടക്കുന്നു. അമ്മാമ്മ ലോത്ത് കയറി ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോ 30 കൊണ്ട് നമ്മുടെ കാപാലം പറഞ്ഞോളെ ലോത്ത് വിചാരിച്ച് പോയവളുടെ ബോട്ട് ഫസ്റ്റ് ഗിയർ ഒറ്റ ചാട്ടം. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. എവിടെ കിടക്കുന്നത്? ദാ കിടക്കുന്നത്. സോമയറിനകത്ത് ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയതുപോലെ ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിന്റെ വരവ്. ദൈവത്തോട് മറുതലിക്കുന്നവർ ഇന്ന് രാത്രി കേട്ടോണം. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ 48,000 വീടുകൾ, 48,000 ഏക്കർ, 28,000 വീടുകൾ, അത് കഴിഞ്ഞ് 38 പേർ വെന്ത് മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു തീ ഇറങ്ങാൻ കാലമായി. ആരാ? അമേരിക്കയിൽ നല്ലൊരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. പഠിക്കുന്നവർക്കായി ബില്ലി ഗ്രഹാം, കരമുയർത്തുന്നവർക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിനകത്ത് ദൈവന്യായം വിധിച്ചില്ലെങ്കിൽ, അമേരിക്കയിൽ ദൈവന്യായം വിധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? സോദോമിൽ പോയി എന്റെ ദൈവം മാപ്പ് പറയണം. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. 2025 ഇന്ന് രാത്രി കിടങ്ങന്നൂരുകാരോട് പറയാം, അമേരിക്ക തീ ഇറങ്ങിയതുപോലെ ലോത്തിന്റെ കാലത്ത് സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി. എന്നാൽ ആ തീ ഇറങ്ങിയതിനു മുമ്പ് ആരെ? ലോത്തിനെ കുഞ്ഞിനെ ഒഴിച്ചു മാറ്റിയോള്. ഇവിടുന്ന് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്ന ആര്? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഒരു രാത്രി കൂടി ഇന്ന് രാത്രി കിടങ്ങന്നവരോട് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. 1-ാമത്തെ ഇടവേള എബ്രായർ 12:29. അമേരിക്കയിലെ തീ വായിച്ചടച്ചായ എബ്രായർ 12:29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഗുരു, അതപ്പോൾ സംഭവിക്കുന്ന എന്റെ വരവിന് ലോകാവസാനത്തിന് മടയാൾ. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പിക്കുന്ന അതിന്റെ കൊമ്പുള്ളതായി ഇലതെളുക്കുമ്പോൾ വേനലെടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഇന്നലെ രാത്രി മനഞ്ഞാത് രാത്രി കാസർഗോഡ് IPC സെന്ററിൽ കൺവെൻഷൻ പ്രസംഗിച്ചു വരുന്നത്. കാസർഗോഡ് നല്ല സ്ഥലമാണ്. 2 വർഷത്തിന് പുറകിൽ എല്ലാ പെന്തിക്കോസ്തുകാരും കേട്ടാട്ട് 2 വർഷത്തിന് പുറകിൽ കാസർഗോഡ് പെരിയ
അവിടെ ആ ശരത്ലാൽ കൃപേഷിനെ കൊന്ന സ്ഥലം, അതിന്റെ പേര് കാഞ്ഞിരടുക്ക കല്ലാട്ടുമുക്ക്. അവിടെ യോഗം നടക്കത്തില്ല, ഒരു കാരണവശാലും പെർമിഷൻ കൊടുക്കില്ല. കാസർഗോഡ് പോലീസ് റേഞ്ച് ഏരിയ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സാറ് കൊടുത്തേ പറ്റും. അങ്ങനെ അവിടെ കിട്ടിയത് ഒരു തിങ്കൾ ചൊവ്വ ബുധൻ എല്ലാ പെന്തിക്കോസ്തുകാരും കേൾക്കണം. നല്ല യോഗം, ചെറുപ്പക്കാർ സംഘടിപ്പിക്കും, സംഘടനയില്ല. ആകെ 200 കസേരയുണ്ട്, ബാക്കി കാശില്ല. ഒരു കുഞ്ഞ സ്റ്റേജുണ്ട്, പാട്ട് പാടുന്ന ഒരു കീബോർഡുകാരനും അത് കഴിഞ്ഞ് 2 പാട്ടുകാരും ഞാനും ഒരു പാസ്റ്ററും 5 പേര്. 6ാമത്തെ ഒരാൾ കയറിയാൽ ഉമാ തോമസ് വീണുള്ള സ്റ്റേജ് താഴെ വീടും. മനസ്സിലാകുന്നവർക്ക് ആ സ്വോത്രം സൂപ്പറായിട്ട് 2 രാത്രി പ്രസംഗിച്ചു. CSIക്കാരും മർത്തോമക്കാരും ഞാൻ ഈ 2 സഭയിലും പ്രസംഗിക്കുന്നത് അവരും എല്ലാം വന്നു. 1-ാം ദിവസം 300, 2-ാം ദിവസം മൈക്രോചിപ്പ് പറഞ്ഞ് 400, 3-ാം ദിവസം ഏകദേശം 450 പേര്. സ്ഥലവുമില്ല, ഏരിയയില്ല. രാത്രി 10:30 എനിക്ക് മംഗള എക്സ്പ്രസ്, 9:30 യോഗം തീരുക. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, എന്നെ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ കൊണ്ടുപോകണം. അവരെന്നോട് പറഞ്ഞു, നല്ല പാവപ്പെട്ട പിള്ളേരുടെ സാറേ ഞങ്ങളുടെ ബൈക്കേ ഉള്ളു. ഞാൻ പറഞ്ഞു, കാളവണ്ടി ആയാലും മതി, എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. സ്വോത്രം. ഞാൻ ഒറ്റ കാര്യം ചെയ്തു, പ്രസംഗിച്ച് നെഞ്ചുകീരി പ്രസംഗിച്ച് ഉടുപ്പല്ല ഉയർന്നു പോയി സ്റ്റേജിന്റെ പുറകെ പോയി ബാഗിൽ നിന്ന് ഉടുപ്പെടുത്തിട്ടു. ഇട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത സംഭവം. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, പാസ്റ്റർ ഞാൻ മരിക്കാൻ പോവാന്ന്. സ്വോത്രം. ഞാൻ ചോദിച്ചു, നീ ആരാ, എന്താ വിഷയം? അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 2 ദിവസമായി ഞാൻ വീട്ടിനകത്ത് നിന്ന് പ്രസംഗിക്കുക, എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ അതുകൊണ്ട് ഇന്ന് സ്റ്റേജിന്റെ പുറകെ വന്നിരിക്കുക, ചീനിച്ചു വിട്ടു. സ്വോത്രം. ഞാൻ ചോദിച്ചു, നീ ആരാ? യോ മിണ്ടരുത്, പെരിയ കൊലക്കേസിൽ കൊലപാതകളെ വഴി കാണിച്ചെന്ന് ഞാനാ. എനിക്ക് ജാമ്യം കിട്ടിയിട്ട് വീട്ടിൽ ഇരിക്കുക, പോലീസ് വണ്ടി കിടക്കുക, കാണാതെ വന്ന ആള് കിട്ടിയ എന്നെ തട്ടിക്കള്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു, ദൈവദാസന്മാരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ പോവാ. മോനെ, നീ മരിച്ചണ്ട, നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യേശു ക്രിസ്തു അറക്കപ്പെട്ടു. അവന്റെ വചനത്തിൽ നീ വിശ്വസിക്കുന്ന രക്ഷയുടെ പെട്ടകത്തിൽ കടക്കാൻ താല്പര്യമുണ്ടോ? ഒരു ബൈബിള് കൊടുത്തു. ബുധനാഴ്ച രാത്രി ഞാൻ മടങ്ങി, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 ഇവിടെ യോഗത്തിന് ബാധിക്കുമ്പോൾ കാസർഗോഡ് നിന്ന് ജോസ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, 1000 കിട്ടിയ പാസ്റ്ററെ, പെരിയ കൊലക്കേസിൽ വഴി കാണിച്ചവൻ ഞായറാഴ്ച സഭായോഗത്തിന് കരമുയർത്തുന്നു. ഇതാ ഞങ്ങൾ ഉയർത്തുന്ന ക്രൂശിന്റെ വചനം. മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് പണമുണ്ടാക്കുന്ന വരുമാനമല്ല, അമേരിക്ക വിടുന്ന വരുമാനമല്ല, ഇന്ന് രാത്രി വീട് തരുന്ന കാർ തരുന്ന വരുമാനമല്ല. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കിടങ്ങന്നൂർ കൊട്ടാരത്തിനകത്തോ വീടിനകത്തോ കുടിനകത്തോ സഹോദരി അച്ചായ അമ്മാമൻ, നിന്റെ ധനം നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല. നിന്റെ പാരമ്പര്യം നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല. നിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ് നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിത്യതയിലെത്തിക്കുന്ന രക്ഷയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ഇന്ന് രാത്രി കരമുയർത്തി അത് റിസീവ് ചെയ്യുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 3 വാക്യം കൂടെ കഴിയുമ്പോൾ യോഗം അവസാനിപ്പിക്കും. റിലയൻസ് ജിയോയും മൈക്രോചിപ്പ്. ഇപ്പോഴത്തെ സമയത്തിന്റെ പ്രത്യേകത എന്താ? മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. ഒന്ന് ഉറക്കം പറഞ്ഞാട്ട്, പിന്നെ അമ്മാമ്മ ചിക്കൻ തിന്ന അമ്മാമ്മ സ്വന്തം ഒന്ന് പറഞ്ഞാട്ട്. ഇപ്പോഴത്തെ സമയം എന്തുവാ പറ? സ്വോത്ര ഉറക്കം പറഞ്ഞാട്ടെ. അയ്യോ, നിങ്ങളുടെ പടമൊന്നും ഓടിക്കാറ്. സ്വോത്രം പറ. സ്വോത്ര. പെന്തിക്കോസ്തുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല. മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല പാട്ട് പാടുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ കൊടുക്കുന്നതായിരിക്കും. 20 മിനിറ്റോടെ പ്രഭാഷണം ഒരുമിച്ച് പാടി ആരാധിച്ച് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കൂ. ആരും സ്ഥലം വിട്ടു വരുത്. മക്കളൊരു പാട്ട് പാടുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമയം കൊടുക്കും. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു.
യേശുവരുമേ പൊന്നേശുവരുമേ വരവിനായകൻ വചനം ഓടി ഒഴുകിടുന്നു യേശുവരുമേ പൊന്നേശുവരുമേ വരവിനായകൻ വചനം ഓടി ഒഴുകിടുന്നു വരവിനായകൻ വചനം ഓടി ഒഴുകിടുന്നു വരവിനായകൻ വചനം ഓടി ഒഴുകിടുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് പ്രത്യാശയോടെ ഒന്ന് സ്തുതിച്ചാട്ട്. ആരും വിശ്വസിച്ചാലുമില്ലെങ്കിലും വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. 3 വാക്യങ്ങൾ. ട്രംപിന്റെ കൂടെ ഒരുവൻ കയറി വരുന്നു, എലോൺ മസ്ക്. ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ ആറന്മുളയിൽ 7 കാര്യങ്ങൾ നടക്കും. അവസാനിപ്പിക്കും, ബാക്കി മറ്റൊരിക്കൽ. വായിച്ചു തുടങ്ങുന്നു. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കുന്നു ശ്രദ്ധയോടെ. അത് ചെറിയവരും വലിയവരും, അന്ന് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവരെ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. അവിടെ ഒരു ഉത്സവപ്പെട്ടാട്ടെ. ഇത് ആറന്മുള. ഇവിടുത്തെ സഹോദരി വീണ ജോർജ് ആയിരുന്നു ആരോഗ്യമന്ത്രി. വളരെ ബഹുമാനത്തോട് 36,000 കോവിഡ് കേസ് വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ബാങ്കിൽ പോകാൻ പറ്റൂ, വണ്ടിയിൽ കയറാൻ പറ്റൂ. ഇങ്ങനൊക്കെ ഒരു കാര്യം വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അത് തിരുത്തിയിട്ട് പറഞ്ഞ് ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. കേരളം ഇതെല്ലാം കോവിഡ് കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് കൈമേലും നെറ്റിമേലും പറയുമ്പോൾ ഇനി അച്ചായൻ വാക്യം വായിച്ചു തരും. അതിനാസ്പദമായി 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേരിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ 1ാമത്തെ കാര്യം വന്നു. ആധാർ എടുക്കാൻ പോയപ്പോൾ 2 കാര്യം ചെയ്തു. 1, നിങ്ങളുടെ കണ്ണടക്കുകയും കണ്ണ് തുറക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ നെറ്റി അവർ കൊണ്ടുപോയി. 2, കയ്യിലെ 10 വിരലുകളും പതിച്ചെങ്കിൽ വരാൻ പോകുന്ന മൈക്രോ ചിപ്പിന്റെ തുടക്കമാ ഓരോ രാജ്യത്തെ നമ്പർ. 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേരിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും വന്നെത്തി. ആധാർ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ആധാറിലായി. നമ്പർ ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കൻ സെക്യൂരിറ്റി നമ്പർ, ഓസ്ട്രേലിയ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, മലേഷ്യൻ സിംഗപ്പൂർ ID, മുഴുവൻ രാജ്യങ്ങളും അക്കത്തിലേക്ക്. ഇതാ എലോൺ മസ്ക് വഴി മൈക്രോ ചിപ്പിലേക്ക് വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ആയിരിക്കും. ഇവിടെ അടുത്ത വാക്ക് ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. സംഖ്യയിൽ സകല വിൽപ്പനയും വരും. അതിലൊന്നും ഇവിടെ വന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. പണ്ട് ഗ്യാസ് ബുക്ക് ചെയ്താൽ ആരെയും ദുഃഖിക്കാനല്ല, നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വരും, 940 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് വീട്ടിൽ കിട്ടും. സന്തോഷമില്ലല്ലോ. ഇന്ന് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ 4 അക്ക നമ്പർ വരുന്നു. കരമുയർത്തുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഗ്യാസുകാരെ വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞമ്മാൻ പറയാൻ നമ്പറില്ല, റീബുക്ക് ചെയ്യും, വീണ്ടും കാണാം. സന്തോഷമില്ലല്ലോ. ക്ലിയറായോ? അവന്റെ വണ്ടിയിൽ നിന്ന് ഗ്യാസ് ഇറങ്ങണമെങ്കിൽ നമ്പർ ക്ലിയറായി. ഇനി അടുത്തത് ഇന്നത്തെ നിങ്ങളുടെ ATM കാർഡ്. വളരെ സയൻസിൽ ഞാൻ പറഞ്ഞു പോകുന്നതാ, അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം. അടുത്ത വാക്കച്ചാൻ വായിച്ചോട്ടെ. ഇവിടെ മനുഷ്യന്റെ സംഖ്യ എത്രേ? എതിർ ക്രിസ്തുവിന്റെ സംഖ്യയിലേക്ക് ലോകം വായിക്കാം. ആ സംഖ്യ 666. ദാ കിടക്കുന്നു 666. എലോൺ മസ്ക് കൂടെ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ഇത് 3 പേർ ഒരു സമയം ഭരണത്തിൽ വരും. 1, എതിർ ക്രിസ്തു. 2, മൃഗം. 3, കള്ളപ്രവാചകൻ സകല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താൻ 3. ഇവരുടെ 3 പേരെ നമ്പർ അടിച്ചെങ്കിലേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ട്രാൻസാക്ഷൻ നടക്കൂ. ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിൽ ATM ഉണ്ട്, നിങ്ങൾ ഫോൺ പേ ചെയ്യുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ മൊബൈലിൽ അറിയാം. പക്ഷെ അവസാനം അവർ ചോദിക്കും,
ATM-ന്റെ 3 അക്കം ടൈപ്പ് ചെയ്യുക, കരമുയർത്തുന്നവർക്കായി. അതിനുശേഷമാ OTP വരുന്നത്. അയ്യോ കട്ട, ATM-ഉം ഇല്ല, മൊബൈലും ഇല്ല, സന്തോഷമില്ലല്ലോ. ഓൺ ടൈം പാസ്വേഡ് വരണമെങ്കിൽ നമ്മുടെ നമ്പർ അടിക്കുമ്പോൾ ഒരു സമയം വരും ബാങ്കിൽ നിന്ന് നമ്പർ കട്ടായി, എന്നിട്ട് ഈ OTP ആർക്കും കൊടുക്കരുതെന്ന് പറയുന്നെങ്കിൽ ഈ 3 അക്കം മാറും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വരാൻ പോകുന്നു 666. അതിനാസ്പദമായി അമേരിക്കയിലെ ട്രംപ്, ഇലോൺ മസ്ക്, ഇന്ത്യയുടെ നരേന്ദ്രമോദി സാർ, ടെക്നോളജിയുടെ ഇസ്രായേൽ, സൗദി അറേബ്യ ഒരുമിക്കുന്നു ഒരേക ലോക ഭരണത്തിന്. ബാക്കി എനിക്ക് പറയുവാൻ സമയമില്ല. 2009 കേട്ടോണം. നമ്പർ 1 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ കൊണ്ടുവന്നു. ഇവിടെ വന്നു ആധാർ, എല്ലാവർക്കും അറിയാം. വന്നപ്പോ പറഞ്ഞു വേണ്ടെന്ന്. ആധാർ, കുഞ്ഞ് ജനിച്ച സ്കൂള്, പാൻ കാർഡ്, ഡ്രൈവിംഗ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ആധാർ. 2009. 2013 പിന്നെ വന്നു ATM-നകത്ത് 4 നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് വെച്ചു. ആനയുടെ വാലിൽ എന്താ അതിന്റെ പ്രത്യേകത? പലരും ചോദിക്കും, ആനയുടെ സൗന്ദര്യം കാണാനാണോ? അല്ല. ആറന്മുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരാന വരുമ്പോൾ അതിന്റെ പ്രഷറോ മസ്തിഷ്കത്തിന് വിഷയമുണ്ടായാൽ അത് മതമിളകൊന്ന് പേടിച്ച് മോണിറ്റർ ചെയ്യാൻ ആനയുടെ വാലെ ചിപ്പ്. മലയാളികളുടെ സന്തോഷം. ഇടുക്കിയെ പറപ്പിച്ച ഒരു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു, അവ ഇപ്പൊ കോതയാറില്ല. ഇടയ്ക്ക് നിങ്ങളുടെ മനോരമ പേപ്പറിൽ കാടും അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നു. അപ്പൊ ആറന്മുളയിൽ അച്ചാമ്പിയാർക്ക് മനോരമയുടെ ജോണി ലൂക്കോസ് പോയി ഇതുപോലെ പടമെടുത്തിയാണ്. ജോണി ലൂക്കോസ് പോയ ക്യാമറയും കാണത്തില്ല, ജോണി ലൂക്കോസിനെയും കാണത്തില്ല. മനസ്സിലാകുന്നവർക്ക് അരിക്കൊമ്പൻ സാറ്റലൈറ്റിൽ നിന്ന് ആ ചിപ്പ് വഴിയാ പടമെടുക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ആറന്മുളക്കാരോട് ഒരു സംശയം കൂടെ തീർത്തരാം. ഒരു ആനയുടെ തൂക്കം എത്ര? 4000 മുതൽ 4500. ആനയെ നടത്തുന്നത് ആരാ? കുളനടക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ. എത്ര കിലോ? 55 കിലോ. ഒരു ചുള്ളിമടി, ലെഫ്റ്റ് റൈറ്റ്. കരമുയർത്തുന്നവർക്കായി സ്വത്രം. 55കാരൻ, 55 കിലോ ഉള്ള ആറന്മുളക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ കീശയിൽ ഒരു കുപ്പി കള്ളുമായിട്ട് കുളനട, മുളക്കട, ചെങ്ങന്നൂർ. കരമുയരുന്നില്ലല്ലോ, ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാ? കൊരങ്ങ പരിണമിച്ചല്ല, ചിമ്പാൻസി അല്ല. അതിശയവും ഭയങ്കരവുമായി കരമുയർത്തുന്നവർക്കായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവമില്ലെന്ന് പറയുന്ന യുക്തിവാദികളുടെ മണ്ടയ്ക്ക് ഇത് കൊടുത്തു സ്വോത്രം. അതുകൊണ്ട് 4000 കിലോ ഉള്ള ആനയെ ലെഫ്റ്റ് റൈറ്റ്, കുളനിറക്കാരൻ പാപ്പച്ച, കീക്കി കൂക്കു, ഒരു മൊബൈല്, ഒരു ചാരായ കുപ്പി, ഒരു വടി. മനസ്സിലാക്കുന്നവർക്ക് എവിടം വരെ? 2015. 2018 പറഞ്ഞു തരാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിരാട് കോഹ്ലി പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ് വെച്ചു. 2021 5ാം തലമെത്തി. കോവിഡിനോടനുബന്ധിച്ച് നിങ്ങളുടെ വണ്ടികൾ അനേകം ഇവിടെ കിടക്കുന്നു. അതിന്റെ തലയിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, ഫാസ്റ്റാഗ്. കരമുയർത്തുന്നവർക്കായി. അത് വെറും സ്റ്റിക്കർ അല്ല, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡാറ്റ. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞിട്ട് ആ സ്റ്റിക്കറിന്റെ അടി കിടപ്പുണ്ട്. ഈ വണ്ടി എവിടെ ഉണ്ട് ലൊക്കേഷൻ തരും. അല്ല, ടോൾ കട്ട് ചെയ്യുന്നത് മാത്രമല്ല, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡാറ്റ. 6ാം തലം. 7ാം തലം കോവിഡ് കഴിഞ്ഞപ്പോൾ അവന്റെ മൂത്ത ചേട്ടൻ വന്നു, QR കോഡ്. കരമുയർത്തുന്നവർക്കായി. പന്തളത്ത് ചായ പരിപ്പോട, കീ കൂക്കു. മനസ്സിലാകുന്നവർക്കായി സ്വതന്ത്രം. ഇനി യവനാ കൈ വരാൻ പോകുന്ന മൈക്രോ ചിപ്പ്. അതോടുകൂടി ലോകം തീരാൻ പോകുന്നു. 1 ആധാർ, 2 ATM, 3 ആനയുടെ വാൽ, 4 പാസ്പോർട്ട്, 5 കാറിനകത്ത് സ്റ്റിക്കർ, 6 QR കോഡ് സ്കാൻ ചെയ്യുക. ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ഇവിടെ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം എയർപോർട്ട്, ഏത് എയർപോർട്ടിൽ ചെന്നാലും വീട്ടിൽ ഇരുന്ന് ബോർഡിംഗ് പാസ് ഓൺലൈൻ ചെയ്യാം. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ദാണ്ട് QR കോഡ് ഒരു ഗ്ലാസിൽ കാക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറന്നു വരും. കരമുയർത്തുന്നവർക്കായി ഒരു ഗവൺമെന്റ്, ഒരു ലോകം, ഒരു മുദ്ര, ഒരു ഗേറ്റ്, ഒരു വാതിൽ. വിദേശത്ത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പാസ്പോർട്ട് വേണ്ട, കൈവച്ചാ മതി, കണ്ണ് കാണിച്ചാൽ മതി. കീക്കി കൂക്കു. കണ്ണ് കാണുമ്പോൾ നമ്മുടെ രേഖ അതിനകത്തുണ്ട്. സ്വോത്രം. കുഴപ്പമുള്ളവരാണ് അകത്തോട്ട് ചായ കുടിക്കാൻ പറയും, അല്ലാത്തവരാണ് ഗ്രീൻ ഡോർ പോകാം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ആധാറിന്റെ മറവിൽ ഇതെല്ലാം കൊണ്ടുപോയി കുഞ്ഞമ്മാമ പ്രസംഗിച്ചു കഴിഞ്ഞൊന്നും തീരത്തില്ല. ഇനി ഇതാ സംഭവിക്കാൻ പോലെ. അങ്ങനെയെങ്കിൽ 2 കാര്യം കേട്ടിട്ട് ഇന്ന് നിർത്താം. ഒരു മൈക്രോ ചിപ്പിന്റെ പ്രത്യേകത. ഇന്ന് 2016 അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ കുടിയേറി. അവന്റെ പേര് ഇലോൺ മസ്ക്. ആരും കേട്ട പോലുമില്ല. സ്വോത്രം. നമ്മളിവിടെ കേൾക്കാൻ എലോൺ മസ്കിനെ കേൾക്കാൻ ആള് മതിലിയാടിയത് നോക്കിക്കൊണ്ടിരിക്കുക. ആരാ എലോൺ മസ്ക്? ഒരു യഹൂദന, ട്രംപിന്റെ വലം കയ്യ. അവരെ പറ്റി കൂടുതൽ പറഞ്ഞുതരാം. ദാണ്ട് ഇന്നാള് ഒരു പെൺകൊച്ചു ഒരു ചെറുപ്പക്കാരനോട് ശൂന്യാകാശി കുത്തിപ്പോയി. സുനിത വില്യംസ്, വില്യം പിച്ചുമോറും. കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം. അയ്യോ, അതുപോലും
ഇവിടെ ഇഷ്ടം പോലെ ആറന്മുള സ്കൂള്, നാൽക്കാലിക്ക സ്കൂള്, ഈ ചെങ്ങന്നൂർ കോളേജ്, വേറെ ഒറ്റ എണ്ണം പള്ളിക്കുട്ടി പോകത്തില്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ലൈബ്രറി വേറെ, നിങ്ങളുടെ MLA യോട് 2 ലൈബ്രറിയുടെ കാര്യം കൂടെ പറയാം ഇവിടെ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ പേപ്പറെങ്കിലും വായിക്കും, സ്വോത്രം അങ്ങനെയെങ്കിലും പറയാം. ഇന്ന് രാത്രി സുനിത വില്യംസും ബിച്ചുമോറും അവിടെ ചെന്നു ഈന്തപ്പഴം തീർന്ന് ആ പരിപ്പോടെ എല്ലാം തീർന്ന് ബൈഡൻ മിണ്ടാതിരുന്ന് ട്രംപ് വന്നപ്പോ എലോൺ മസ്കിനോട് പറഞ്ഞു, മോനെ ദാണ്ട 2 പേര് ശൂന്യാകാശത്തിൽ കിടക്കുന്ന, ഒന്ന് താഴെ ഇറക്കിയേക്കണേ. അപ്പൊ എലോൺ മസ്ക് പറഞ്ഞു, അങ്കിൾ വെയിറ്റ് സബർക്കരോം നീച്ചയിലായ താഴെ കൊണ്ടുവരാതെ ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അമേരിക്കയിലെ നാസ പുകഞ്ഞു, ഇന്ത്യയിലെ മോഡി സാർ ISROയുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ ഇറക്കാൻ പറ്റത്തില്ല. എലോൺ മസ്ക് ഇങ്ങോട്ട് വന്നമ്മാമേ ഒരു പാരാഗ്ലൈഡർ വെച്ച ഒരു പേടകത്തെ അയച്ചു. ദാ കിടക്കുന്ന സുനിത വില്യംസും വില്ലി മച്ചുമോർ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് എവിടെ എത്തി യഹൂദന്റെ ബുദ്ധി മനസ്സിലാകുന്നവർക്ക് നാസാക്കാരൻ തീർന്നു, ISROക്കാരൻ തീർന്നു. ഒറ്റയടിക്ക് ഒരു യഹൂദൻ ഒരു ബലൂൺ വിട്ടപ്പോ ദാ കിടക്കുന്ന 2 എണ്ണം കൂടെ താഴെ. അവരാണ് എലോൺ മസ്ക്. സ്വോത്രം. അതുകൊണ്ടല്ലേ സുനിത വില്യംസ് മിണ്ടിയില്ല. വില്യം ബിച്ചുമോർ പറഞ്ഞില്ലേ വന്നിട്ട്, കർത്താവ് ഉണ്ടായത് കൊണ്ട് ഞാൻ 9 മാസം ജീവിച്ചെന്ന്. സ്വോത്രം. ഇവിടുത്തെ അന്ധവിശ്വാസികളും യുക്തിവാദികളും തീരട്ടെ. എന്നിട്ട് വില്യം ബിച്ചുമോർ പറഞ്ഞ്, യേശു ക്രിസ്തു മധ്യാകാശത്തിൽ പണി തുടങ്ങിയെന്ന് കരം ഉയർത്തുന്നവർക്ക് ക്ലിയറായ അമ്മാമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിൽ വിശ്വസിപ്പേ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. അവിടെ പണി തുടങ്ങിയത് കുറ്റിയും കടിക്കോലും ഫൗണ്ടേഷനും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവസാന ഫിനിഷിങ് നടക്കുന്നത്. ഞങ്ങളല്ല, ശൂന്യാകാശത്തുമായി വില്യം ബിച്ചുമോർ. ഇവിടുത്തെ യുക്തിവാദികളും ദൈവമില്ലെന്ന് പറഞ്ഞ മന്ത്രവാദികളും മനസ്സിലാകട്ടെ, യേശു പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയായിക്കൊണ്ട് ഇന്ന് രാത്രി മധ്യാകാശത്തിന് വീട് പണി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവിടെ വരെ എലോൺ മസ്ക് ബാക്കി സയൻസ് എനിക്ക് തൊടാൻ സമയമില്ല. ഇന്ന് രാത്രി അവൻ പറയുക, അവന്റെ സ്റ്റാർലിങ്ക് എന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവന്റെ പേര് ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അവൻ പറയുന്ന കയ്യിൽ ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ കേട്ടോ 7 കാര്യം നടക്കും. ഈ രാത്രി അവസാനിപ്പിക്കാൻ പോവാ. എന്താ മൈക്രോ ചിപ്പിന്റെ പ്രത്യേകത? പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു റൈസ് കൈ, അതിലൂടെ ഒരു ബാറ്ററി കൊടുത്താൽ ഒരു ചിപ്പാകും. ഇന്ന് ജോൺസൺ പറയുന്നു, തന്റെ കയ്യിൽ ഒരു ബാൻഡേഡ് ചുട്ടിയാൽ മൈക്രോ ചിപ്പാകും. ഇന്ന് രാത്രി നമ്മുടെ സംശിഷ്ട ഉപയോഗിക്കുന്ന കർത്തദാസൻ ആണ്. പണ്ട് ഇവിടെ കൺവെൻഷന് വരും, ആ ഒരു ചിന്ത ഇവിടെ വരുമ്പോ കർത്തദാസൻ മൈക്കെല്ലാം ഇട്ട് കൊടുത്ത് ടിജോ പാസ്റ്റർ CD എപ്പിക്കും. സ്വോത്രം. അദ്ദേഹത്തിന് പെട്രോൾ മേടിക്കാൻ കൊള്ളുന്നിടം കണ്ടു, CD കാട്ടായി. പിന്നെ വല്ല രക്ഷയുണ്ടോ? സ്വോത്രം. പാട്ടുമില്ല. ഇപ്പോഴാണ് കർത്തദാസൻ ഇങ്ങോട്ട് വരും, അമ്മണിമാമ്പ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പെൻഡ്രൈവ് കുത്തും. കുളനട ആറന്മുള എല്ലാം പോയിട്ട് വരും. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ. മനസ്സിലാക്കുന്നവർക്കാണ് എത്ര ക്ലിയർ. ഒരു ഫിലമെന്റിനകത്ത് 400 എണ്ണം കയറുമെന്ന് ഇത്രയും പറഞ്ഞെങ്കിലൊക്കെ സയൻസ് മനസ്സിലാവും. സ്വോത്രം. ഇതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെന്റ് ഇംപ്ലാന്റിംഗ് ടെക്നോളജി പറയാൻ പോവാ. എലോൺ മസ്ക് പറയാ, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്ത് ക്ലിയർ ആക്കുക. അങ്ങനെയെങ്കിൽ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ് ലോകം കാണാൻ പോകുന്നു. ഈ ലൈവ് ക്ലിയർ ആയിട്ട് കൊടുക്കണം മക്കളെ. ഞാൻ പോയാലും ഇന്ന് വളരെ ക്ലിയർ ആയിരിക്കണം. ഇന്നത്തെ ഏതാണ്ട് ലോകം ടെലിപ്പതിയിലേക്ക് വരുന്നു. മനുഷ്യന്റെ കയ്യിലേക്ക് മൈക്രോ ചിപ്പ്. ഇന്ന് രാത്രി തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ് അച്ഛനെടുത്ത് സഹായിക്കാട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. ഇതിനു വേണ്ടിയാ ട്രംപ് എലോൺ മസ്കും കരം തുറക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 13-ന്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാക്കി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഒരു നിർണായക സംഭവം. ദാണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന BBA MCA ഇതാ മലയാള മനോരമ. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. തലച്ചോറുമായിട്ട് മൈക്രോസിപ്പ് ചിപ്പ് കണക്ട് ചെയ്താൽ കാര്യങ്ങൾ ശരിയാകും. ഇതിനിവിടുത്തെ ഡോക്ടർമാർ, നേഴ്സുമാർ, നാളെ നിങ്ങൾ കോഴഞ്ചേരി മുത്തൂറ്റിലെ ഡോക്ടറോട് ചോദിക്കണം, അല്ലെ പുഷ്പഗിരിയിലെ ഡോക്ടറോട് ചോദിക്കണം. പ്രസംഗിച്ച് എന്റെ പേരോട് പറയാം. ഇതിനവർ വിളിക്കുന്ന പേര് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. കയറും വയറും ഇല്ലാതെ മനുഷ്യ ശരീരത്തെ പിന്തുടരുവാ പുതിയ ടെക്നോളജി വരുന്നു. അതിന്റെ പേര് ഫ്യൂച്ചർ ഫാന്റാസിയ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്പർ 1 ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ എല്ലാവരും കേൾക്കണം. അച്ചായൻ വാക്യം മാറ്റരുത്. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ ഇന്ന് രാത്രി നിർത്താം. എനിക്ക് ശ്വാസമുട്ടും വരുന്ന ഇന്ന് രാത്രി കേട്ടോ. എന്താ അതിന്റെ സംഭവം എന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. ഇന്ന് എലോൺ മസ്ക് ഈ മൈക്രോ ചിപ്പ് വെച്ചു. അതാണ്ട് ലോകം ടെലിപ്പതിയിലേക്ക്. ഞാനല്ല പോയിട്ട് കർത്തദാസനെ ടിജോപാസൻ പിടിക്കരുത്. ജനുവരി മാസം 31-ാം തീയതി നമ്പർ 1 ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ
പക്ഷാഘാതം, സൈഡ് തളർന്ന് തല രക്തസ്രാവം ഇല്ലാത്തൊരുവന്റെ മൈക്രോചിപ്പ് വെച്ചു. മൈക്രോചിപ്പ് വെച്ചപ്പോ അവൻ മരുന്ന് കുടിച്ചു. ഏത് മരുന്ന് വേണമെന്ന് തല പറഞ്ഞു. ദാണ്ടെ എല്ലാരും കാണുന്ന യോഗം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പടമെടുത്തു. കർത്തദാസന്മാർ കണ്ടു, മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും ദാ കിടക്കുന്നു. അമേരിക്കയിൽ ആര് വെച്ചു? ദാണ്ടെ അമേരിക്ക ദാ വെച്ചിരിക്കുന്നു. ആരാ? വൈറ്റ് ഹൗസിൽ കയറിയ ബരാക് ഒബാമ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് വിദേശ രാജ്യത്തുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ബൈബിൾ പ്രവചനം നിവർത്തി മനുഷ്യന്റെ കയ്യിൽ മൈക്രോചിപ്പ്. ഇന്ന് രാത്രി കിടങ്ങുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പാട്ടുപോകും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കയറുമില്ല, വയറുമില്ല, സ്റ്റാറുമില്ല, ലിംഗുമില്ല. ഒരപ്പച്ചൻ വിളിച്ചു പറഞ്ഞു, കൈമേലും നെറ്റിമേലും ചിപ്പ് ദാ കിടക്കുന്നു. എലോൺ മസ്ക് മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചെങ്കിൽ ഇന്ന് രാത്രി കടങ്ങണ്ണൂർ കൺവെൻഷനിൽ പറയണം, എല്ലാത്തിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. അമ്മ പറഞ്ഞാട്ടെ, വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തെ തിരഞ്ഞാക്കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നമ്പർ 1, 7 കാര്യം പറയുമ്പോൾ നിർത്തും. നമ്പർ 1, പക്ഷാഘാതം, സൈഡ് തളർന്ന വ്യക്തികൾക്ക് ചിപ്പ് വെച്ചാൽ തല പറയും ഏത് മരുന്ന്. ഒരു മനുഷ്യന്റെ തല നോട്ടി 3 ഘടകം: സെറിബ്രം, മെഡില്ല, ഒബ്ലാങ്കേറ്റ്. അതിനകത്ത് 3 കാര്യം: ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഒരു മനുഷ്യന്റെ തല 1 മിനിറ്റ് 40 സെക്കൻഡ് 40 ചിന്തയാ, മണിക്കൂർ 2400 ചിന്തയാ. ഇപ്പൊ ഇവിടെ നാൽക്കാലിക്ക് ഇവിടെ കിടങ്ങനെ നിൽക്കുന്ന എന്റെ തല കാനഡ വരെ പോയി എത്താം. അതിനെ ചിപ്പ് വെച്ച് മോണിറ്റർ ചെയ്യാം, സ്കാനർ അടിക്കുന്ന പോലെ. നമ്പർ 1. നമ്പർ 2, എലോൺ മസ്ക് പറയുന്നു, ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. ഇത് കേൾക്കണം നിങ്ങൾ. ഈ ചിപ്പ് വെച്ചാൽ ഇന്ന് 80% മനുഷ്യരുടെ ക്യാൻസർ ഉണ്ട്. അത് 20 വർഷം മുമ്പേ ചിപ്പ് വെച്ചാൽ ബാർകോഡ് വഴി, തന്റെ പേനയുടെ വില കമ്പ്യൂട്ടറിൽ അടിക്കുന്ന പോലെ മെഡിക്കൽ സയൻസ് ബാർകോഡ് വഴി അടിച്ചാൽ ക്യാൻസർ സെൽ ഉണ്ടോ എന്നറിയാം, ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. 15-20 വർഷം കിട്ടുമെന്ന്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്ന 10 വർഷം മുമ്പ് ചിപ്പ് പറയുന്നത്. അപ്പൊ ആദ്യം ആര് ചിപ്പ് വെക്കും? നിങ്ങളല്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ. 20 വർഷം കൂടെ കിട്ടിയാൽ പ്രസംഗിച്ചാൽ അവർ കിട്ടും, സന്തോഷമില്ല. ആരും അറിയാതെങ്കിലും ഒന്ന് വെച്ചിരിക്കും. മനസ്സിലാകുന്നവർക്കാൽ സാത്പകവ്വയെ വാഴ്ത്തൽ ചതിച്ചതുപോലെ. 3, വൻകിട കമ്പനികൾ, UST ഗ്ലോബൽ, ടാറ്റ കൺസൾട്ടൻസി. അവിടെയൊക്കെ ഓരോരുത്തരുടെ ശമ്പളം 6-7 ലക്ഷം രൂപയാണ്. അവിടെ ഒരു പർച്ചേസർ കമ്പനിക്ക് വരുന്ന കൊട്ടേഷൻ മാറ്റുന്നു. ഓണർക്ക് സംശയം, മോനെ ചക്കര ഇങ്ങനെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യും. ഇവ ആരുമായിട്ട് സംസാരിക്കുന്നത് വൈഫൈ വഴി അറിയാം. അങ്ങനെയെങ്കിൽ വൻകിട കമ്പനികൾ പറയുന്നു, നല്ലത് ഈ മൈക്രോചിപ്പ്. മലയാളം അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല. പണ്ട് ഫെഡറൽ ബാങ്കിൽ നിന്ന് ടിജോപാസ് കാറിന് ലോൺ എടുത്ത് 29-ാം തീയതി 30-ാം തീയതി ഫോൺ വരും, ദാണ്ട് പൈസ അടയ്ക്കണം, ക്ലിയർ. അങ്ങനെയല്ലേ പറയുന്നത്. ഇന്ന് 30-ാം തീയതി ഭാര്യയായിട്ട് കിടന്നുറങ്ങും. 12 മണിക്ക് കീ കൂക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ്, പൈസ അടച്ചോണെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്വതന്ത്രം കിടക്കുന്നില്ല. അതേ പരിപാടി വൈഫൈ വഴി ഈ ചെറുപ്പക്കാരൻ ആരോട് സംസാരിക്കുന്ന കമ്പ്യൂട്ടർ കൊടുക്കുന്നു. 3, 4-ാമത്തെ കാര്യം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. മൊബൈൽ വേണ്ട, കൈ ചിപ്പ് വെച്ചാൽ മനുഷ്യന്റെ ലൊക്കേഷൻ എവിടെ നിന്ന് തരും, മനസ്സിലാക്കാം. അതുകൊണ്ടായി വണ്ടിയിൽ GPS. അതുകൊണ്ടല്ലേ ആറന്മുള കത്തോലിക്കല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് കന്യാസ്ത്രീ അമ്മച്ചോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോയി വണ്ടിക്ക് കാറ്റടിക്കട്ടെ. അവൻ കാറ്റടിക്കാനല്ല പോകുന്നത്, ആറന്മുള വിമാനത്താവളത്തിന്റെ അവിടെ വയലിരുന്ന് കണ്ടുപിടിക്കാനാ പോകുന്നത്. സ്വോത്രം. അമ്മച്ചി നമ്പർ അടിച്ചു നോക്കിയപ്പോ വണ്ടി കണ്ട് ഇപ്പൊ കാർ വാപ്പസി അവന്റെ കാര്യം പോയി. സ്വോത്രം. ഇന്ന് രാത്രി എവിടം വരെ കേരളത്തെ ഞെട്ടിച്ച ഒരു മാർക്ക് തിരുത്തിയ ഒരു പെൺകൊച്ചുണ്ടായിരുന്ന വിദ്യ, അവള് മുങ്ങി കോഴിക്കോട് കൂട്ടുകാരിയുടെ വീട്ടിൽ ചപ്പാത്തി നിന്ന് സൈബറിലോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ, അവള് കോഴിക്കോട് വിദ്യ ചെന്ന് പിടിച്ചിട്ട് മൊബൈൽ പോലും ഓണാക്കണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. ഹ്യൂമൻ ട്രാക്കിംഗ് സബ് ലെവൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. 4-ാമത്തെ കാര്യം കേട്ടോ, തന്റെ കായംകുളത്തുകാരൻ ഒരു ചെറുപ്പക്കാരന്റെ സഭയുടെ മുൻ നേതാവ്, അവൻ കേരള യൂണിവേഴ്സിറ്റി കള്ള സർട്ടിഫിക്കറ്റ്. അവൻ കോഴിക്കോട് പോയി. കോഴിക്കോട് പോയപ്പം അവർ പുറകെ പിടിച്ചു. ഇടയ്ക്ക് ഫോൺ ചെയ്തില്ല, ഫേസ്ബുക്ക് ഓണാക്കി. അവന്റെ പരിപാടി കോട്ടയത്ത് നിന്ന് കുമളിയിൽ പോയി അടുത്ത ചാടാനായിരുന്നു. ഏറ്റുമാനൂർ എത്തിയപ്പോൾ കോട്ടയം CSI ഒരു CI എന്ന ചെറുപ്പക്കാരൻ അവനെ വിളിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു, ചായ കുടിക്കാൻ. ഞാൻ ആ സിയോട് ചോദിച്ചു, കോഴിക്കോട് നിന്ന് കയറുന്ന കണ്ടില്ലയോ എന്ന്. അപ്പൊ പറഞ്ഞു, പാസ്റ്റർ മിന്നി വരട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏറ്റുമാനം വെച്ച് പിടിച്ചെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. കായംകുളക്കാരൻ മാർക്ക് തിരുത്തി അവരെ പിടിച്ചു. മൊബൈൽ ഓണാക്കി. മനുഷ്യന്റെ ലൊക്കേഷൻ മുഴുവൻ തരാൻ പോകുന്നു. എലോൺ മസ്ക് പറയുന്നു, അതിനാസ്പദമായി റിലയൻസ് ജിയോ അവന്റെ കയ്യിലേക്ക്, എയർടെല്ലും അവൻ ഏറ്റെടുക്കുന്നു. വീട്ടിൽ വൈഫൈയും വേണ്ട, ട്യൂട്ടറും വേണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. കരമുയർത്തുന്നവർക്കായി
ആദ്യം റിലയൻസ്, എയർടെൽ 4. അഞ്ചാമത്തെ കാര്യം, ഈ ചിപ്പ് നിങ്ങളുടെ ശരീരത്ത് വെച്ചാൽ 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്തും. അഞ്ചാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ കിടങ്ങുന്ന ഒരു അമ്മമ്മ ആങ്ങളെ പന്തളത്താ ഉള്ളത്, മനസ്സിൽ വീട്ടിൽ ഇരുന്ന് ആലോചിക്കുക ചിപ്പുണ്ട്. അയ്യോ എൻ്റെ ആങ്ങള് തോമാച്ചാനെ വിളിച്ചിട്ട് അത്ര ദിവസം അമ്മാമ്മ ആലോചിക്കാത്തേ ഉള്ളു. ചിപ്പ് മൊബൈലിൽ കൊടുക്കും, ഗൂഗിൾ വഴി ആ തോമാച്ചാനെ കണക്ട് ചെയ്യാം. സന്തോഷമില്ലല്ലോ, വിളിക്കണ്ട, ഗൂഗിളിനേക്കാളും വേഗത്തെ. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം കേട്ടോ, 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം. ആറാമത്തെ കാര്യം, ഇവിടുന്ന് ഒരു അച്ചായൻ, ഒരമ്മാമ, 2 കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. 75 വയസ്സ്, ക്യാമറ, ഏനാത്ത് പാലം. അവിടെ പോകുമ്പോൾ അതിനകത്ത് മൈക്രോ ചിപ്പ് വച്ചാൽ അച്ചായന്റെ ECG DDRC അല്ല എടുക്കുന്നത്, മൈക്രോ ചിപ്പ് എടുക്കും. മനസ്സിലാകുന്നവർക്കാണ്. എന്നിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കും. കലയപുരം എത്തുന്നതിന് മുമ്പ് ആംബുലൻസ് സൈഡിൽ വരും. അച്ചായന്റെ വണ്ടി നിർത്താൻ പറയും. അച്ചായന്റെ ഹാർട്ടിന്റെ സ്പന്ദനം ശരിയല്ല, വണ്ടിക്കകത്ത് കയറാം. ലോകത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവമായി എലോൺ മസ്ക്. 6ാമത്തെ കാര്യം, ബാക്കിയൂടെ കേട്ടാട്ട് പോലീസുകാർ ഇന്റർനെറ്റുകാർ പഠിക്കുന്നത്. 7ാമത്തെ കാര്യം, ദുബായ് എയർപോർട്ട് ദിവസം 1,00,000 വരുന്നു. തിരുവനന്തപുരം 10,000, കൊച്ചിയിൽ 30,000. ഇവരെന്തിന് വരുന്നു? എല്ലാവരും വിളിച്ച് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഈ എലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറങ്ങി വരുന്ന മനുഷ്യന്റെ തലമയിൽ ക്യാമറയ്ക്കകത്ത് വൈഫൈയും കൊടുത്ത് മൈക്രോ ചിപ്പ് വച്ചാൽ മനുഷ്യന്റെ തല കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കാം. കരമുയർത്തുന്നവർക്കായി അവരെന്തിനു വന്നെന്ന് ആ സമയം കമ്പ്യൂട്ടർ കൊടുക്കും. അപ്പോൾ രഹസ്യ പോലീസ് ഇവിടെ കേരളത്തിൽ ഒരു ബാങ്ക് കൊള്ള ചെയ്യാൻ വന്നു, കൊലപാതകം ചെയ്യാൻ വന്നു, അവന്റെ തലയിലിരിപ്പ് പിടിച്ചെടുക്കും. പണ്ടത്തെ കാലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കുറ്റവാളികളെ പോളിഗ്രാഫ് ടെസ്റ്റിന് പകരം അതൊന്നും വേണ്ട, മൈക്രോ ചിപ്പ് വഴി അവരിങ്ങനെ ഒരു പ്ലെയിൻ ഇറങ്ങുമ്പോൾ 300 പേർ വരും. അതിലൊരുത്തൻ കൊട്ടേഷൻ കൊലപാതകത്തിന് വന്നെങ്കിൽ രഹസ്യ പോലീസ് പെതിയെ വന്ന് അവനെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അബുദാബിക്കാർ പറയുന്നു ഇത് ഞങ്ങൾക്ക് വേണം, ദുബായ്ക്കാർ പറയുന്നു, ന്യൂയോർക്കാർ പറയുന്നു, കേരളവും പറയുന്നു. ആയിരങ്ങൾ ഇവിടെ വരുന്നതാ. വെറും ക്യാമറയ്ക്കകത്ത് മൈക്രോ ചിപ്പ് കൊടുത്താൽ, ആ ലൈവ് കൊടുക്കുന്നവർ വൈഫൈ റൂട്ട് ചെയ്താൽ പോലീസുകാരുടെ കൺട്രോൾ റൂമിൽ വരുന്നവന്റെ തല കാണാം. അവൻ എന്തിനു വേണ്ടി വന്നു? ലോകരാജ്യങ്ങൾ ചിപ്പിനെ എതിരേൽക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി നാൽക്കാലിക്കലോട് ആറന്മുളയോട് ഞാൻ പറയുന്നു, പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. പ്രഭു എലോൺ മസ്ക്, ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെന്റ് ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അടുത്ത വാക്യം കൂടെ വായിക്കാം. അടുത്ത വാക്യം കൂടെ. ഇവിടെ വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അവസാന ഭാഗം. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കരമുയർത്തുന്നവർക്കായി എന്റെ കാന്തൻ വരാറായി. ബാക്കിയുടെ ചെറുപ്പക്കാർ കേട്ടാട്ടെ, ബാക്കിയുടെ കേട്ടാണ്. 2 പേരും കൂടെ കേട്ടണം. ഇന്ന് രാത്രി ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ, അതേ 2024 ചാറ്റ് GPT കോൺഫറൻസ് എവിടാ? ലണ്ടനിൽ. എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ 150 കോടിയിലേക്ക് ബാങ്ക് കൊള്ള, കൊലപാതകം, തീവ്രവാദം ഇതെല്ലാം മാറ്റണമെങ്കിൽ സകല മനുഷ്യന്റെ മൈക്രോ ചിപ്പ് കൊടുത്താൽ ഞാൻ സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ വഴി മോണിറ്റർ ചെയ്ത് ഇന്ത്യയുടെ കാര്യം ശരിയാക്കി തരാം. ഞാൻ ഇനി ഇവിടെ വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം, ഒരുവൻ ഇലോൺ മസ്ക് ഇന്ത്യയെ കരങ്ങളിലാക്കാൻ പോകുന്നു. അതിനാസ്പദമായി റിലയൻസ് അവന്റെ കയ്യിലെങ്കിൽ, എയർടെൽ അവന്റെ കയ്യിലെങ്കിൽ, സാറ്റലൈറ്റ് സംവിധാനം മുഴുവന്റെ കയ്യിൽ. അതുകൊണ്ട് എന്റെ യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു. ചാലുകൾ ഇന്ത്യയിലും കരമുയർത്തുന്നവർക്കായി. അവൻ എന്നോടൊരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വേണം, യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിന്റെ മക്കളോട് കാര്യമില്ല. അതുകൊണ്ട് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി അവൻ വരുന്നതിന് മുമ്പ് ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവാൽ, രാജാക്കന്മാരുടെ രാജാവായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ മടങ്ങി വരാറാൽ പ്രവചനങ്ങൾ നിവർത്തിയാൽ ഇന്ന് രാത്രി കിടങ്ങൂര് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പിന്നെ ഇവിടെ ആറന്മുള, നാൽക്കാലിക്കലെല്ലാം ബാങ്കുണ്ട്. പന്തളം, SBI, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക് എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ATM വേണ്ട, കയ്യിലോട്ട് ചിപ്പ് കൊടുക്കാൻ. അതുകൊണ്ടല്ലോ കൊളന്നര ഇവിടുത്തെ സുമചേച്ചി പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ ഹിന്ദിക്കാരൻ പാട്ട് പാടത്തില്ല. എന്തൊരു പാട്ടാണ്? അമ്മമ്മെ കാണാനല്ല, കാർഡ് കിട്ടിയാൽ കൊണ്ടുപോകും. സ്വന്തം രാത്രി തിരുവനന്തപുരത്ത് നൈജീരിയക്കാർ വന്നിട്ട് ആൽത്തറമോട് വെള്ളാമ്പല സ്റ്റാച്ചു, എന്റെ സ്നേഹിതൻ കൂടിയ ADGP മനോജ് പറയും, നൈജീരിയ പോയ കൊണ്ടുവന്ന കള്ള ക്യാമറ വെച്ച് കാശ് കൊണ്ടുപോകും. സ്വന്തം
അതുകൊണ്ടല്ലോ ഇന്ന് മൊബൈലിൽ റിംഗ് ടോൺ വന്നില്ലയോ, വേഗം പൂത്ത് തുടങ്ങിയ നല്ല സന്തോഷമില്ലല്ലോ. ലോട്ടറി അടിച്ചു. അയ്യോ മൊബൈൽ ആരും ഉപയോഗിക്കുന്നില്ല. GPM-കാരൊക്കെ നല്ല വിശ്വാസികൾ. സ്വോത്രം. GPM-ൽ അപ്പച്ചൻ തിരുവല്ല ഭാവിച്ച മരിക്കുന്നതിന് വേണ്ടി 2 എണ്ണം ചോണ്ടിക്കൊണ്ടില്ല. സ്വോത്രം. ഞാൻ പോയപ്പോ സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ലോട്ടറി അടിച്ചു. ഇതെല്ലാം അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ബാങ്കിങ് മേഖല പറയുന്നു, ട്രാൻസാക്ഷൻ ഒരുവന്റെ കയ്യിൽ തുടക്കം. ഇനി പൈസ വേണ്ട, ഓൺലൈൻ. അതിനാവശ്യമായി ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഏപ്രിൽ മാസം കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ ആദ്യം പൈസ വയ്ക്കുന്ന ഗൂഗിൾ പേ. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. എല്ലാം ഒരുവന്റെ കയ്യിൽ. അവർ ആദ്യം ചോദിക്കുന്ന ഗൂഗിൾ പേ ചെയ്യാണ്. സ്വോത്രം. എല്ലാം ഒരു ഗവൺമെന്റിലേക്ക് പോകുന്നു. അന്ത്യകാലമായില്ലയോ. ഇനി ഇവിടെ ATM കൂട്ടത്തോട് നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഇന്ന് രാത്രി കൊഴുവല്ലൂരും അങ്ങാണ്ട് പോയപ്പോൾ നല്ലൊരു മരം റോഡിൽ പിറ്റേ ആഴ്ച വന്നപ്പോൾ കുറ്റി മാത്രമേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ ഇവിടുത്തെ സകല ATM-ഉം നാളെ തൃശ്ശൂർ കണ്ടില്ലയോ, ഹരിയാനക്കാരൻ വന്ന് വണ്ടി ചോറെല്ലാം കൂടെ 70 എണ്ണ കട്ട് ചെയ്തത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ സകലതും പോകുന്നെങ്കിൽ ഇന്നത്തെ ബാങ്കുകാർ പറയുന്നു, സകല മനുഷ്യന്റെ മൈക്രോ ചിപ്പ് കൊടുത്താൽ ബാങ്കിങ് സ്റ്റേറ്റ് വേണ്ട, കമ്പ്യൂട്ടർ വഴി മനുഷ്യനെ നിയന്ത്രിക്കാം. ഇതിന്റെ പേര് ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി വരാൻ പോകുന്നു. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചെപ്പ്. ഇന്ന് രാത്രി അവസാന ഭാഗം 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെക്കാൻ എന്റെ ദൈവം അനുവദിക്കോ. നമ്മുടെ ശരീരത്തിൽ ഒരു ചിപ്പുണ്ട്. ഇന്ന് രാത്രി അവരെ ചേർക്കാൻ കാന്തൻ വരാറായി. ATM അല്ല, നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാം. എഫേസ്യർ 4:30 അവസാന ഭാഗം വായിച്ചോട്ടെ. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കാണ് ഇന്ന് രാത്രി എലോൺ മസ്കിന്റെ മുദ്രയോ ATM-ന്റെ മുദ്രയോ ഒന്നുമല്ല നമ്മുടെ കരങ്ങളിൽ വരുന്നത്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല, കിടങ്ങുന്ന നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട്. ഏതോ പെന്തക്കോസ് വരുന്ന ആളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കൺവെൻഷന്റെ അവസാന രാത്രി ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്ക്. രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളാം. 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാട്ടുപാടും. ഇന്ന് രാത്രി പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ പാളയത്തിനകത്ത് കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലും. പെൺകുട്ടി പാപം ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? പാളയത്തിനകത്ത് തീ കൊണ്ട് കത്തിച്ചു കളയും. ഇന്ന് രാത്രി പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണവുമായി ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. പാപത്തെ വെറുക്കി പാപിയെ സ്നേഹിക്കുക. പഴയ നിയമത്തിൽ ഒരപ്പന്റെ 2 മക്കൾ. അതിനകത്ത് എല്ലാവർക്കും പറയാം ധൂർത്തപുത്രനാ. ആ കഥ തന്നെ നിങ്ങളോട് പറയാം. നമ്മുടെ കിടങ്ങന്നൂർ ഒരു അച്ചായൻ പിന്നെ കുര്യച്ചായൻ, അമ്മാമ്മയുടെ ഒരു വത്സമാമ, 2 കുഞ്ഞുങ്ങൾ. ഒരുത്തന്റെ പേര് വെന്നിക്കുട്ടൻ, മറ്റവന്റെ പേരെന്താണെന്നറിയാമോ? കൊച്ചുമോൻ. കൊച്ചുമോൻ ഇവിടെ ആരുമായിട്ടും വലിയ അടുപ്പമല്ല. സ്വോത്രം. അവൻ ആരുമായിട്ട് അടുപ്പമെന്നറിയോ? റാന്നിക്ക് ആരുമായിട്ട് അടുപ്പം. അവിടെ ഉള്ള ഒരു കൊച്ചുമോനോട് പറഞ്ഞ് നീ വസ്തുവും വീണ്ടും എല്ലാം എഴുതി വിട്ടു വരാൻ. അപ്പച്ചൻ അമ്മച്ചൻ പറഞ്ഞ് പോകരുത്, നീ പരിപാടിയാവും. അവൻ മഴ കൊണ്ടാക്കി കിടങ്ങാൻ ഒരു വസ്തുവെല്ലാം വിട്ട് റാന്നി പോയി. റാന്നി ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? സ്വോത്രം. അവനവിടെ ചെന്ന് ഇപ്പൊ കൂട്ടുകാരെല്ലാം കൂടി നല്ല കുടിയായി. പിന്നെ പണവും മട്ടിക്ക് കൊടുത്തു. അതിനുശേഷം അവിടെ ഇങ്ങനെ കറങ്ങാറാന്ന് റൂമൊക്കെ എടുത്ത് അടുത്തൊരു ബാറും ഉണ്ടായിരുന്നു. ആ ബാറിന്റെ പേര് സിയോൺ ബാർ. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. ക്രിസ്ത്യാനിയുടെ ബാറിന്റെ പേര് സിയോൺ ബാർ. കോഴഞ്ചേരിയിൽ ഉണ്ടായിരുന്നു, ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പാലത്തിന്റെ അവിടെ പിന്നെ എല്ലാം ദൈവം ഒതുക്ക് മനസ്സിലാക്കുന്നവർക്കായി. ഹൈന്ദവനും മുസ്ലിങ്ങളും എത്രയോ നല്ലത് അവരങ്ങനെ പേരെടുത്തില്ല. ക്രിസ്ത്യാനി ബാറിന് പേരിട്ടിരുന്നത് സിയോൺ ബാർ. പണ്ട് ഞങ്ങൾ പാടിയത് സിയോണിലേക്ക് പരിപാടി ഉണ്ടെന്ന്. ഇപ്പൊ ബാറിലേക്ക് വഴിയാ. അവന്റെ എല്ലാ ദൈവം ഒതുക്കും പച്ചയ്ക്കാൻ പറയുന്നത്. സ്വോത്രം. 8 മാസം കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? കോവിഡ് അടിഞ്ഞടിച്ചു. അവന്റെ വട്ടിപ്പലിശ കാശും പോയി, എല്ലാം പോയി. അപ്പം പിന്നെ ആരും കാശും കൊടുക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു ഇനി നീ കിടങ്ങന്നു പോയാ കുര്യച്ചാനും വത്സമാമയും കേട്ടത്തില്ല. റാന്നി ഇന്നാൾ ആര്യാഭവനിൽ ചായ കുടിക്കാൻ ഒരു തമിഴൻ വന്നായിരുന്നു. പുലിക്കുന്നിൽ പന്നിപ്പാർ നടത്തുന്നവർ അയ്യ
അപ്പൊ അവൻ പറഞ്ഞു, ഒരു വാലിബനെ കിട്ടിയാൽ ഞങ്ങൾക്ക് വേണമെന്ന്. കൊച്ചുവനോട് ചോദിച്ചു, അപ്പച്ചന്റെ വീട്ടിൽ പോന്നോ പന്നിയുടെ അടുത്ത് വന്നു? കൊച്ചുവൻ പറഞ്ഞു, അപ്പച്ചന്റെ വീട്ടിൽ പോയി ശരിയാകത്തില്ല, നിങ്ങൾ എല്ലാവരോടും എന്നെ പെട്ടിയാട്ടോയി പന്നിക്കൂട്ടത്തിൽ കൊണ്ടുവിടാം. പുലിക്കുന്നിലായിരുന്നു പന്നിയുടെ ഫാം. മനസ്സിലാകുന്നവർക്കായി ഇവനെ നേരെ പന്നിയുടെ ഫാമിൽ കൊണ്ടു ചെന്ന് അയ്യ അവിടെ ഇരുന്ന് ഇവൻ നമ്മുടെ കിഴങ്ങന്നൂർ ഭാഷ ഇച്ചിരി ബിയറൊക്കെ അടിച്ചുകൊണ്ട് വെച്ച് വെളുപ്പായിരുന്നു പാസ്റ്റർ. സ്വോത്രം. പന്നിക്കും ഇഷ്ടപ്പെട്ടു, അയ്യായ്ക്കും ഇഷ്ടപ്പെട്ടു. അരുമയാണ് വാലിബൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യവനെ അവിടെ ഏൽപ്പിച്ചു. 2 മാസം ഇവൻ കാര്യങ്ങൾ നോക്കി. നല്ല ചാപ്പാട്, പരിപ്പുവട, ചപ്പാത്തി. 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടിയ മതിൽ ചാടത്തില്ല. നല്ല താപൂക്കും കെട്ടി ഇരുമ്പ് കയറ്റു വിട്ടു. ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ പന്നിയെ പിടിക്കാൻ കൂട്ടിപ്പഞ്ചി വന്നു. കഥ കേട്ട മക്കള് യവൻ അയ്യാ വന്ന പറഞ്ഞു, അയ്യാ പശുക്കരുത്. അയ്യാ പറഞ്ഞു, മിണ്ടക്കൂടാതെ എങ്ക വാളവര പുളിയരി ഓക്കെ കാലിത്തീറ്റ. മനസ്സിലാകുന്നവർക്കാൽ അപ്പന്റെ വീട് വിട്ടു പോകുന്ന കിഴങ്ങന്നൂരിലെ എല്ലാ കൊച്ചോമാരും തിന്നാൻ പോകുന്നില്ല. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ സ്വോത്രം. അങ്ങനെ അവൻ കടന്നു പോയത് ഒരു ഉടുപ്പും ഒരു മുണ്ടുമായിട്ട്. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ്, റാന്നി TPM-കാർ இந்த നാட்കളിലെ ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികൾ, കാന്തൻ വരാറായി, രാജ്യത്തോടും ജാതിയോടും ക്ഷാമവും ഭൂകമ്പവും. അപ്പൊ കിഴങ്ങന്നൂർ ഗ്രൗണ്ടിൽ വന്നില്ല, അവൻ മരത്തിന്റെ കുട്ടിയിരുന്ന് കേട്ടതാ. മനസ്സിലാകുന്നവർക്ക് കുമ്പനാട് ഗുഡ് ന്യൂസ് സ്റ്റാറിന്റെ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു. സ്വോത്രം. പന്തള സെൻട്രൽ കൺവെൻഷന്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് കാര്യം മനസ്സിലായി. സെന്റർ വന്നില്ല, കേന്ദ്രം വന്നില്ല, അച്ഛൻ വന്നില്ല, പാസ്റ്റർ വന്നില്ല. അകത്ത് വചനം കയറിയവൻ സുബോധത്താൽ എഴുന്നേറ്റു. കരമുയർത്തുന്നവർക്കാൽ ഇന്ന് രാത്രി ചങ്കിനകത്ത് വചനം ചെന്നവൻ അച്ഛനെ നോക്കത്തില്ല, പാസ്റ്ററെ നോക്കത്തില്ല, പള്ളിയെ നോക്കത്തില്ല, പിതാവിനെ നോക്കത്തില്ല. അവൻ കരമുയർത്തും. ഇന്ന് രാത്രി ഇതാ പ്രസംഗ. സ്വോത്രം. അവൻ പന്നികളോടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞെന്ന് ഇന്ന് ഞങ്ങൾ പറയുന്നത് പ്രദേശ സ്റ്റേഷൻ എന്നല്ല, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, ഗായ്സ് ഐ എം ഗോയിങ്. സന്തോഷത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭാഷ. ഒറ്റച്ചാട്ടം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 1-ാം ദിവസം പുലിക്കുന്നിന്ന് എവിടെ വന്നെന്നറിയാമോ? റാന്നി വരെ വന്നു. മനസ്സിലാകുന്നവർക്കായി. 2-ാം ദിവസം ചെറുകോൽപ്പുഴ വരെ വന്നു. അവിടെ വരെ പറ്റിയുള്ളൂ. 3-ാം ദിവസം കോടഞ്ചേരി ഇഞ്ഞിപ്പുറം ATM-ന്റെ അവിടെ വളയുന്ന അവിടെ വന്ന് കിടന്നു. അപ്പൊ ഇവിടുന്ന് ഒരു അച്ചായനും അമ്മാമ്മയും കിടങ്ങനൊന്ന് പത്തനംതിട്ട പോകാനായിട്ട് തെക്കേമല ATM-ന്റെ അവിടെ ചവിട്ടിയപ്പോൾ പാമ്പ് ചുരുണ്ടി കിടക്കുന്നവരെ കൊച്ചുവോണത്തിന് സ്വോത്രം ചോദിച്ചട കൊച്ചുവനെ നിനക്ക് ഈ ഗതി വന്നല്ലോ. അന്നേരം കൊച്ചുവൻ പറഞ്ഞ, അച്ചായ അമ്മാമ്മ 3 ദിവസമായി ചാപ്പാട് കഴിച്ചിട്ടൊന്ന് സ്വോത്രം. ഉടനെ 2 ചായ പരിപ്പ് വട. 5:30 മണി സമയം തെക്കേമലയിൽ ഒരു ഊർജ്ജമായിട്ട് ഞങ്ങൾ സ്റ്റേജ് പവൻ എന്ന് പറയുന്ന ഒരു ഒറ്റ നടത്താം. ദാ കിടക്കുന്ന കിഴങ്ങന്നൂർ എത്താറായപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ 2 ക്യാമറ ഇല്ലേ, നോർത്ത് ഈസ്റ്റ് ക്യാമറ, CC ക്യാമറ കൂടെ. വത്സമാമ അടുക്കള ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കാറിലെ റിവേഴ്സ് ക്യാമറ കാണുന്നവർ മുടിയാൻ കൊച്ചുമോൻ വരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഉടനെ അച്ചായനോട് ചെന്ന് പറഞ്ഞു, എന്റെ അച്ചായ ദാ മുടിയൻ വരുന്നു, വാഗണർ അടുത്താട്ട് കോട്ടയത്ത് ലുലു സെന്റർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുന്നു, വീടും പൂട്ടിയിട്ട്. അങ്ങനെ പറയുന്നത് കിഴങ്ങന്നൂരിലെ വത്സമാമയും കുര്യച്ചാരും. എന്നാൽ മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരപ്പനെ ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നീ അക്കര നാട്ടിലെത്തണമെങ്കിൽ അവനൊരു കാര്യം പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനല്ല. കിഴങ്ങന്നൂർക്കാരുടെ ഭാഷ പറയൂ, പെരയിലൊന്നും കേട്ടണ്ട. കേട്ടു മക്കളെ? അവൻ പറഞ്ഞത്, ആ ഒട്ടുപാല് കിടക്കുന്ന പെരെ ഞാൻ കടന്നോളാം. അപ്പൻ ഒരു കാര്യം ചെയ്തു. അവനോട് പറഞ്ഞു, മോനെ നീ പോയപ്പോൾ നിനക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുക. ഒരു രക്ഷയുടെ വസ്ത്രം നിനക്ക് വെച്ചിട്ടുണ്ട്. തട്ടാൻ തങ്കപ്പനെ കൊണ്ട് മോതിരവും വാറ്റയുടെ ചെരുപ്പും. പ്രസംഗം ഇതല്ല. 6 മാസം പന്നിയുടെ കൂട്ടത്തിൽ കിടന്നതാ. അച്ചായമ്മ പന്നിയുടെ മൂത്രവും ചാണകവും അവന്റെ ഒരു ഉടുപ്പിനകത്ത്. അവന്റെ കീശ നോക്കിയില്ല, പന്നിയുടെ ചരിത്രം നോക്കിയില്ല, ഉടുപ്പിന്റെ ഗുണവും മണവും നോക്കിയില്ല. ഇന്ന് രാത്രി കൺവെൻഷന്റെ അവസാന രാത്രി മടങ്ങി വരുന്നവന്റെ നിറം നോക്കാതെ, ഗുണം നോക്കാതെ, കുടുംബം നോക്കാതെ, ഉടുപ്പ് നോക്കാതെ, PhD നോക്കാതെ അവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ കിഴങ്ങന്നൂരിൽ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവന്റെ മണിയറയിൽ കൊണ്ടുപോയില്ല. എന്താ? അവന്റെ വസ്ത്രം മാറ്റി കൊടുക്കാൻ രക്ഷയുടെ വസ്ത്രം. യോഗത്തിന്റെ അവസാന ഭാഗങ്ങൾ ഇന്ന് രാത്രി കേട്ടോ മക്കളെ? എന്താ പറഞ്ഞെന്ന് അറിയാമോ? സ്വോത്രം. യവനൊടുക്കാൻ പുതിയൊരു രക്ഷയുടെ വസ്ത്രം. 1-ാമത്തെ യാതം ഈദന്റെ പൂങ്കാവനത്തിൽ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ മക്കളെ, കാൽവരുടെ കൊലക്കളത്തിൽ നമ്മുടെ നാഥൻ തന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി. അവന്റെ രക്തത്താൽ നമ്മളെ കഴുകൽ പ്രാപിപ്പിച്ചെങ്കിൽ
ആ രക്ഷയുടെ ഉടുപ്പുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എന്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്ക് കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് അത്താഴം കഴിക്കും. ആരെ ചേർക്കാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മുങ്ങി സ്ഥാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ നിന്ന് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാത്ത് കിടന്നോരെ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ കാന്തൻ വരാറായി. അവസാന ഭാഗം നിർത്താൻ പോകുന്നു. ബാക്കി ഒരു പാട്ട് പാടി അവസാനം പറയുമ്പോൾ അവസാനിക്കാം. മാർത്തോമാ സഭക്കാർ ഇവിടെ നല്ല അനവധി പേരുകളുണ്ട്. മാർത്തോമാ സഭയിൽ ഞങ്ങളുടെ നാട്ടുകാരൻ എൻ്റെ സ്നേഹിതനായ ഷാജി തോമസ് അച്ഛൻ മാർത്തോമാ സഭയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ പ്രാസിക്കും. ഞാൻ പി തോമസ് ഇവരെല്ലായിട്ടും ഞാൻ നല്ല അടുപ്പം മാർത്തോമാക്കാരോട് പറയും. ഷാജി തോമസ് അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. കുവൈറ്റിൽ അദ്ദേഹം 4 ദിവസത്തെ കൺവെൻഷൻ വരും. മാർത്തോമാ പള്ളി എല്ലാവരും കേട്ടാണ്. അവൻ താമസിക്കുന്നത് പള്ളിയോട് ചേർന്ന ഒരു പാർസനേജിലാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഓരോ വീട്ടിലും കൊണ്ടുപോകും. 3-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, വൈകിട്ട് 4 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വരെ വന്ന ഒരു ചായ കുടിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ആ അച്ഛൻ പറഞ്ഞു, സന്തോഷം, ആരെങ്കിലും കൊണ്ടുപോകാൻ വേണ്ട. അവിടുത്തെ അച്ഛനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. സ്വതന്ത്രം 4 മണിക്ക് അച്ഛൻ വീട്ടിൽ പോയി. ഒരു നല്ലൊരു ഫ്ലാറ്റ്, സൗകര്യയുടെ പേര് സിനി, ഭർത്താവ്, ഒരു കുഞ്ഞ്. ചായ എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരി എന്താ ഒരു CD അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുക, നീ തന്ന സൗഖ്യം. 10 പാട്ടുകൾ. അച്ഛൻ ചോദിച്ചു ഇതെന്താ? അപ്പൊ അച്ഛാ ഇതൊരു കഥയാ, എല്ലാവരും കേൾക്കണം സഹോദരിമാർ. ഇതെന്റെ ജീവിതത്തിന്റെ കഥയാ. 2 പാട്ട് ഞാൻ പാടി, 8 പാട്ട് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ചു. അതിലൊന്നാമത്തെ പാട്ട് തന്നെ നാദ നീന്തതിന്റെ സൗഖ്യം. എല്ലാവരും കേട്ടാട്ടെ. അവർ കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ദൈവം അത്ര വിശ്വസന. കുവൈറ്റ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് നാക്കിന് ഒരു വല്ലാത്ത അസ്വസ്ഥത. കുവൈറ്റിലെ പല ആശുപത്രിയിൽ കാണിച്ച് അവർ പറഞ്ഞ ക്യാൻസർ. നേരെ അവർ റിപ്പോർട്ട് കൊടുത്തു. തിരുവനന്തപുരം RCCയിൽ വന്നു. തലേന്ന് പ്ലെയിൻ ഇറങ്ങി രാവിലെ RCCയിൽ ചെക്കപ്പ്. കുവൈറ്റിൽ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു 75% നാവിൽ ക്യാൻസർ, മുറിച്ച് മാറ്റണം, സംസാരിക്കാൻ എനിക്ക് കഴിയത്തില്ല. സ്വതന്ത്രം. പിറ്റേന്ന് രാവിലെ ടെസ്റ്റ്. എല്ലാ സഹോദരിമാരും കേൾക്കണം. RCCയുടെ അടുത്ത് റൂമിനകത്ത് ലോഡ്ജ് എടുത്തു. ലോഡ്ജിനകത്ത് റൂം എടുത്തു. ഭാര്യ ഭർത്താവ് രാത്രി കൈ കൊടുത്തു. അവൾ പാടി, ക്യാൻസർ തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് സൗഖ്യത്തിന്റെ അല്ല, എനിക്ക് ഒരിക്കൽ കൂടെ പള്ളിയിൽ പാടാൻ ദൈവം കൃപ തരണം. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കൃപ തരണം. പിറ്റേന്ന് ടെസ്റ്റാ. 7 ടെസ്റ്റുകൾ RCCയിൽ എടുത്ത് 7-ാം ദിവസം മറുപടിയായിട്ട് അവിടെ ചെന്നു. ഡോക്ടർ റിപ്പോർട്ട് വായിച്ചു. റിപ്പോർട്ട് വായിച്ചിട്ട് പറഞ്ഞു, എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നാവ് മുറിക്കേണ്ട കാര്യമില്ല. നമുക്ക് റേഡിയോ തെറപ്പിയിലും കീമോയിലും 2 വർഷം അപ്പ് ആൻഡ് ഡൗൺ അവൾ പോയി. ആ 2 വർഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുവൈറ്റിൽ മാർത്തോമാ പള്ളിയിൽ പാടി. അച്ഛനോട് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടത്തെ പാട്ടല്ല, രോഗസൗഖ്യമായപ്പോ ദൈവത്തിന്റെ കൃപയുടെ പാട്ടെന്റെ മേൽ തന്നു. തീർന്നില്ല. അവൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എന്ന് രാത്രി ആ ദൈവകരം എത്ര പേർക്ക് കാര്യം വന്നു എന്ന് രാത്രി പറ. രോഗമല്ല വലുത്, അതിന്റെ നടുവിൽ നിന്നെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുക. കുവൈറ്റിലെ സിനിയുടെ ജീവിതത്തിൽ മാത്രമല്ല, കിടങ്ങന്നൂരിലും അത്ഭുതം ചെയ്യുക. എന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ മുട്ടുവേ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് രാത്രി ഞാൻ ആരോട് കരമുയർത്താൻ പറയുന്നില്ല. ഈ സത്യവചനം കേട്ടിട്ട് ഇതുവരെ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ, മാനസാന്തരത്തിന്റെ പടികൾ ചവിട്ടാതെ, ഇന്ന് രാത്രി അനുതാപത്തിന്റെ കരങ്ങളെത്താതെ, സ്ഥാനക്കടവിൽ ഒഴിഞ്ഞുകൊണ്ട് തിരുമേശയിൽ പങ്കാളിയാകാതെ ഒഴിഞ്ഞ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സഹോദര സഹോദരി, ഇത് പെന്തിക്കോസിന്റെ പ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന ക്രൂശിന്റെ വചനമാണ്. ഇന്ന് രാത്രി വാതിലുകൾ അടയാറാണ്. സ്വർഗത്തിന്റെ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമാണ്. അടുത്തൊരു യോഗം ഇവിടെ നടന്നെന്ന് പറയാൻ പറയൂ. സ്വോത്രം. അതിനു മുമ്പ് ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇന്ന് രാത്രി 2 കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല. 1 മനുഷ്യന്റെ മരണം, 2 കർത്താവിന്റെ മേഘപ്രത്യക്ഷത. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യേകത പറയാം മക്കളെ. ഞങ്ങൾ കവലയിൽ മരിക്കാം, കപ്പക്കാലയിൽ മരിക്കാം, പ്രസംഗിക്കുമ്പോൾ മരിക്കാം, എവിടെ വേണമെങ്കിലും മരിക്കാം. കോവിഡ് വന്ന് മരിക്കാം, ക്യാൻസർ വന്ന് മരിക്കാം. ഞങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ. നാളെ ഇവിടെ യോഗമില്ല, എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ.
യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. എന്ന് രാത്രി കിടങ്ങല്ലൂര് യേശു രാജാതി രാജാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദേവൻ. എല്ലാ കരങ്ങളും അടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുതിയിട്ട് എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടിച്ച് പോയാൽ Lord Jesus. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ആണ്ടവരിൽ ഫലമായി എല്ലാ കരങ്ങളും അടിച്ച് മാറിപ്പോയാലും ശക്തിയോടെ ദൈവത്തെ വേറൊരു ദൈവമില്ല. സൂര്യന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ എന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ എന്റെ മഹിമയോടെ മേഘാരുടനായി വരും. നിന്നാടല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാൻ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാൻ. എത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. എത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയോ കൃപകോതി കരുതിടണേ. ഇനിയോ നടത്തിന്റെ തിരുവിയോ കൃപകോതി കരുതിടണേ. ഇനിയോ നടത്തിന്റെ തിരുവിനമോ അഖിലോ അസ്തമിച്ചു പോയിരുന്നോ. സോദരനോ ആഗതനോ മാമിയോ അഖിലോ അസ്തമിച്ചു പോയിരുന്നോ. സോദരനോ ആഗതനോ മാമിയോ സ്നേഹത്തു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്തു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. അവസാന നിമിഷങ്ങൾ പാട്ടുപാടി ആരാധിച്ചാണ്. എല്ലാ കേട്ടുകളും വഴിയാട്ട്, എല്ലാ ബന്ധങ്ങളും വഴിയാട്ട്, ഒന്നോളമല്ല അറിയോളമല്ല നീതി നോക്കാൻ കഴിയാത്ത ദൈവകൃപ ഉത്സവത്തിന്റെ ഒടുക്കൽ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാണ്. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, വെട്ടികൾ പൊട്ടുന്ന രാത്രി, ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു ഉറവ പൊട്ടുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ എന്റെ ആത്മാവിന്റെ പകരം പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഏകാകാശത്തിന് കീഴിലെ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. കൃപയേ ലോർഡ് ജീസസ്, കൃപയേ കൃപയിൽ ഒരു നിമിഷം കൂടി നിങ്ങളുടെ നല്ല സഹകരണത്തിന് നാളെ ഇവിടെ യോഗമില്ല. ഗതശമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു. നമുക്ക് പോകഴുവാനുള്ളത് കാൽവറിയ. പീലാത്തോസിന്റെ അരമന 2 കോടികൾ. ഇസ്രായേലിന്റെ ചരിത്രം
യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞ് വിധി ലഭിച്ചു ബറബാസ്. അവൻ ചോദിച്ചു, യേശു എവിടെ? ബൈബിളിന്റെ പുറത്ത് ഇസ്രായേൽ പറയുന്നു, അവൻ ഓടി. ആരോ പറഞ്ഞ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. കാൽവറി മലയുടെ അടിവാരം ബറബാസെത്തി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമേൽ അവൻ തൂങ്ങുന്നു. അവൻ നെഞ്ചത്ത് കരം വെച്ച് കരഞ്ഞെന്നാ പറയുന്നത്. അയ്യോ, അച്ചു കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. എനിക്ക് വേണ്ടി ഒരുക്കിയ മരക്കുരിശിൽ അവൻ തൂങ്ങുന്നു. പെതിയെ വെച്ച് അവിടെ ചെന്നതാ യഹൂദൻ പറയുന്നത്. ആ ചരിത്രം വായിച്ചാൽ കാര്യം. അവിടെ ചെന്നപ്പോ യേശു പ്രാണനെ വിട്ടു. ആ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് ഇങ്ങനെ കരഞ്ഞു, ഈ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആരിന്ന് രാത്രി കരമുയർത്ത്? അവനത് കരമുയർത്തി പിടിച്ചാട്ടെ. ടുഡേ റിവീൽ ദ ക്യാൻസർ. യേശുവിന്റെ നാമത്തിൽ ആ രക്തത്താൽ ഇന്ന് രാത്രി എന്റെ ട്യൂമറുകൾ, എന്റെ ആർത്രൈറ്റിസുകൾ, എന്റെ തൈറോയിഡുകൾ, 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട് ദൈവകരം, ആ കാൽവറിയിലെ നസ്രയുടെ കരം ഈ രാത്രി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവർ, ഓൺലൈനിൽ കരം ഉയർത്തിയാട്ടെ. കിടങ്ങന്നൂരിൽ ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ വീട്ടുകളിൽ ഇരിക്കുന്ന കൺവെൻഷൻ കേൾക്കുന്നവർ കരം ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി ബറബാസിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവശക്തിയുടെ കരം നിന്റെ മേൽ ആ രക്തത്താൽ ഇറങ്ങി വരും. എല്ലാ കരങ്ങളും കാൽവറിയിലേക്ക്. നിൻ മരണം കൊണ്ടല്ലേ. നമുക്ക് പുകഴുവാനൊന്നുമില്ല. പാടിയാട്ട് കർത്തദാസൻ. എല്ലാ കരങ്ങളും ഉയരട്ടെ കാൽവറിയിലേക്ക്. വൻകരം തീയകറ്റി മരണം കാൽവറിയിലേക്ക്. വൻകരം തീയകറ്റി മഹത്വം എല്ലാവരും കാൽവറിയിലേക്ക്. എല്ലാ കരങ്ങളും ഉയരട്ടെ. അനുസരിച്ചു കാൽവറിയിലേക്ക് അവസാന മിനിറ്റുകൾ. എല്ലാ കരങ്ങളും എല്ലാ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സുവിശേഷ മഹായോഗത്തിന്റെ അവസാന രാത്രിയിൽ കർത്താവ് ഞങ്ങളെ ജയത്തോട് കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഓരോ രാത്രിയിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ രാത്രിയിലും ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യേ കൊണ്ടുവന്ന് ഞങ്ങളോട് ദേശത്തോട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ തന്റെ ഭൃത്യന്മാരെ കർത്താവ് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഓരോ രാത്രിയിലും കൂടി വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കർത്താവ് ദാസൻ പ്രസാദ് ഭാസ്കർക്കായി ടീമിനായി സ്തോത്രം. ആ ടീമിനെ ദൈവം അനുഗ്രഹിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഓരോ രാത്രിയിലും കടന്നു വന്ന അഭിഷേകന്മാർക്കായി സ്തോത്രം. ദേശത്തിനായി സ്തോത്രം. ദേശനിവാസികൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നല്ല ദാസനെ ഞങ്ങളുടെ മധ്യയെ കൊണ്ടുവന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആലോചന ദേശത്തോട് ഞങ്ങളോടും അറിയിച്ച ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കേട്ട ദൈവവചനത്തും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു പുതിയ തീരുമാനത്തോട് മടങ്ങി പോകുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാണ് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവ് സെന്റ് ജോപാസക്കായി കുടുംബത്തിനായി മാതാപിതാക്കൾക്കായി സ്തോത്രം. ഈ ഭവനത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ദൂരത്തും ചാരത്തുമായി ദൈവജനം
കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പ്രിയ മധുവിശ്വാസക്കായി സ്തോത്രം, മറ്റു വിശുദ്ധന്മാർക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രി ദൈവം സംസാരിക്കുന്ന കർത്തദാസനായി സ്തോത്രം. പിന്നെയും കർത്താവ് ശക്തീകരിക്കും, ബലപ്പെടുത്തി ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ സ്വർഗ്ഗീയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഈ ദേശത്തിന് കൂടി വന്ന പ്രിയപ്പെട്ടവർക്കും ഈ യോഗങ്ങളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതിലുപരി കർത്താവ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളെല്ലാം കാലാവസ്ഥ അനുകൂലമാക്കി തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ പിന്നെയും നന്ദിയുള്ളവരായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരെയും സമാധാനത്തോട് പറഞ്ഞേക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും സൂക്ഷിപ്പ് നാം എല്ലാവരുടെ മേലും കൂടിയെന്ന പ്രിയപ്പെട്ട മേലും കേട്ട ദൈവവചനത്തിന്മേലും ഇന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെ ദൈവത്തിന്റെ കൃപയും സമാധാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോലി ഭാഷ പ്രത്യേകം നന്ദി പറയുവാൻ സമയമെടുക്കുന്നില്ല. ഒരു വാക്ക് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ദിവസങ്ങളിലും അനുഗ്രഹിക്കുന്ന നിലയിൽ ദൈവം ശുശ്രൂഷിക്കാൻ കടന്നു വന്ന കർത്തദാസന്മാർ ഭാഷ റജി മാത്യു, ഭാഷ PC ചാക്കോ, ഭാഷ ജോയി പാറയ്ക്കൽ എന്നും അനുഗ്രഹിക്കുന്ന നിലയിൽ ആ ദൈവ ശുശ്രൂഷ കർത്തദാസൻ ഭാഷ സജു ചാത്തന്നൂർ ഈ കർത്തദാസന്മാർ പ്രത്യേകം നന്ദി അറിയിക്കുന്ന വിശേഷമായി കർത്താവിന്റെ ദാസൻ ഭാഷ പ്രസാദിന്റെ നേതൃത്വം വന്ന വെള്ളിക്കുളം ഈ അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിക് ടീമിനെ സ്തുതിക്കുന്നു. ഇതുപോലെ ഗിത്താറ് ഗാനങ്ങൾ ലഭിച്ച പ്രിയപ്പെട്ടവർ ആ ടീമിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന ദൈവദാസന്മാർ